കോടതികളും അധികാരങ്ങളും എന്ന് പറയുന്ന സ്ഥലത്ത് കുറ്റവിചാരണ ചെയ്യാവുന്ന കോടതി ഏതാണ്? കുട്ടികളുടെ വേണ്ടിയുള്ള പ്രത്യേക കോടതി ഏതാണ്? ഹൈക്കോടതിയും സെഷൻസ് കോടതിയും എന്താണ്? മജിസ്ട്രേറ്റർമാരെന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് ഏതൊക്കെ ശിക്ഷ കൊടുക്കാം? പിഴയുടെ വീഴ്ച, തടവിനുള്ള ശിക്ഷ, ഒരൊറ്റ വിചാരണയിൽ പല കുറ്റങ്ങൾ ഒരുമിച്ച് വിചാരണ ചെയ്യാൻ പറ്റുമോ? അധികാരം നൽകുന്ന സമ്പ്രദായം എന്താണ്? നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരുടെ അധികാരം എന്താണ്? അധികാരങ്ങൾ പിൻവലിക്കൽ എങ്ങനെയാണ്? മജിസ്ട്രേറ്റന്മാരുടെയും അധികാരം അവരുടെ ഉദ്യോഗത്തിൻ്റെ പിൻഗാമികൾക്ക് ഉപയോഗിക്കുന്നതിന് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. പിന്നെ 4 പറയുന്നത് നോക്കൂ. 4 പറയുന്നത് പോലീസ് മേലുദ്യോഗസ്ഥന്മാരുടെ അധികാരം എന്താണ്? മജിസ്ട്രേറ്റന്മാരുടെയും പോലീസുകാരെ സഹായിക്കുന്നത് എങ്ങനെയാണ്? മജിസ്ട്രേറ്റന്മാരും പോലീസുകാരും പൊതുജനങ്ങൾ എപ്പോൾ മുൻഗണന നൽകണം? പോലീസ് ഓഫീസർ അല്ലാത്ത വാറണ്ട് നടത്താൻ പറ്റുമോ? ഇതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഓക്കെ, നമുക്ക് ഇനി ക്ലാസ്സിലേക്ക് വരാം. അപ്പോൾ ആദ്യം നമ്മൾ ആമുഖമായി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമ്മൾ ക്ലാസ്സിലേക്കായി കുറച്ച് കാര്യങ്ങൾ പറയുന്നു. ഓക്കെ, അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് നമ്മളൊരു പരാതി കൊണ്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ പോലീസുകാർ എന്തൊക്കെ ചെയ്യണം, എന്തെല്ലാം നടപടിയാണ് പോലീസുകാർ ചെയ്യേണ്ടത്, ആ നടപടി പോലീസ് സ്റ്റേഷനിൽ നിന്നും അത് കോടതിയിൽ എത്തിയാൽ എന്തൊക്കെ നടപടിയാണ് കോടതി നടത്തേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ വിശദമായി പ്രതിപാദിക്കുന്നതാണ് നമ്മളിപ്പോൾ പഠിക്കുന്ന പുസ്തകം. ഇത് പട്ടികജാതിക്കാർക്കെതിരെ ആണെങ്കിലോ പട്ടികവർഗക്കാർക്കെതിരെ ആണെങ്കിലോ ഇന്ത്യയിലെ ആർക്കെതിരെയും ഈ നിയമപ്രകാരമാണ് കേസുകൾ നടത്തുന്നത്, കേസുകൾ എടുക്കുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ പറയുന്നത്? ഓക്കെ, അതിൽ ആരുടെയെങ്കിലും ഈ പുസ്തകം കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഏതാണ്ട് 1000 രൂപയ്ക്ക് മുകളിൽ വിലയുള്ള പുസ്തകമാണ്. നിങ്ങളൊക്കെ ഇത്രയും വിലയുള്ള പുസ്തകം ഇതിനു വേണ്ടി വാങ്ങാൻ സാധ്യത കുറവാണ്. 895 രൂപയായിരുന്നു 2017 ഈ പുസ്തകത്തിൻ്റെ വില. 2017 അല്ല, 2018 ഇതിൻ്റെ വില 895 രൂപയാണ്. ഇതിനകത്ത് മലയാളവും ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത, ക്രിമിനൽ നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ 1973 അതിൻ്റെ വർഷമെങ്കിലും 1974 രണ്ടാമത്തെ നിയമം എന്നാണ് പാർലമെൻറ്റിൽ ഇതിനെ അറിയപ്പെടുന്നത്. അതായത് 1974 ഈ നിയമം പ്രാബല്യത്തിൽ വന്നത്. 74 കഴിഞ്ഞ് വരുന്ന ഇന്ത്യയിലെ എല്ലാ കേസ് നടപടികൾക്കും ഈ നിയമമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, 1974 മുതലുള്ള എല്ലാ കേസ് നടപടികൾക്കും ഈ നിയമമാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, 2014 ഒരു ഡൽഹിയിലെ ഒരു ബലാത്സംഗ കേസുണ്ടായിരുന്നു. കേസിൻ്റെ പേരെന്താണെന്നറിയാമോ? നിർഭയ കേസ് അല്ലേ? 2013 നിർഭയ കേസിന് ശേഷമാണ് ഈ നിയമം അവസാനമായി ഭേദഗതി ചെയ്തത്. ഒരു നിയമം ഭേദഗതി ചെയ്യുന്നത് ആരാ? ഒന്ന് പാർലമെന്റ്, 2 നിയമസഭ. വേറെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നിയമത്തിന് ഭേദഗതി നിർദ്ദേശിക്കാൻ കഴിയില്ല. ഓക്കെ, നിയമസഭയ്ക്ക് ഭേദഗതി നടത്താം, പാർലമെന്റിന് ഭേദഗതി നടത്താം. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എഴുതി വെക്കണം, നമ്മൾ അതിൽ ചർച്ച ചെയ്യുന്നതിന്. അടുത്തത് പറയുന്നത് അധ്യായം 3 എന്തുവാ പറഞ്ഞേ? പ്രാരംഭം, തുടക്കം. ചുരുക്കപ്പേരും വ്യാപ്തിയും പ്രാരംഭവും. 1 ചുരുക്കപ്പേര്, 2 ഈ നിയമം എവിടെയൊക്കെ നടപ്പാക്കപ്പെടും,
എങ്ങനെയാണ് നിയമം നടപ്പാക്കുന്നത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. CRPC എന്ന് പറയുന്ന നിയമം ഒരു പൊതു നിയമമാണ്. കോടതി നടപടികളും പോലീസ് നടപടികളുമാണ്. നമ്മളൊരു പരാതി കൊടുത്താൽ നമ്മൾ എന്ത് ചെയ്യും? പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളത് നടക്കും. പോലീസ് പരാതി കൊടുക്കുന്നതോടുകൂടി നമ്മുടെ പരിപാടി തീർന്നു നമ്മുടെ വിചാരം. രണ്ടാമത്, പോലീസ് ചാർജ് ചെയ്തിട്ടുണ്ട് കോടതിയിലേക്ക്, ശരി, ബാക്കി ആര് നോക്കിക്കോളും? സർക്കാർ നോക്കിക്കോളും. ഇങ്ങനെ നോക്കിയിരിക്കും. സർക്കാരും കോടതിയും കേസ് നടത്തുന്നതോടുകൂടി പട്ടികജാതിക്കാരുടെ നീതി നിഷേധിക്കപ്പെടും. ആ ഒരു സാഹചര്യം നമ്മൾ നേതാക്കളാണെങ്കിലും അണികളാണെങ്കിലും നമുക്ക് നേരിട്ടോ നമ്മുടെ കുടുംബത്തിലോ അങ്ങനെ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ചർച്ചാ ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, നിയമം പോലീസ് നോക്കിക്കോളും, കോടതി നോക്കിക്കോളും. നമ്മളിപ്പം കടക്കാടമില്ലാതെയും നീതി കിട്ടാതെയും ആയില്ലേ? വാളയാറിലെ കേസ് എന്തായി? പട്ടികജാതിക്കാരുടെ കേസുകളെല്ലാം സർക്കാർ വക്കീലന്മാർ ഒത്തുകളിച്ച് തോറ്റുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പം നിയമം എന്താണ്, നടപടിക്രമം എന്താണെന്ന് കുറച്ചെങ്കിലും അറിയാമെങ്കിൽ നമുക്ക് അതിനെ കേസ് തോക്കുന്നതിന് മുമ്പേ പ്രതിരോധിക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ പറയുന്നത് ഇത് 1973 നിലവിൽ വന്നു. ജമ്മു കാശ്മീർ അടക്കമുള്ള ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഒരേപോലെയാണ് നടപ്പാക്കുന്നത്. കേരളത്തിൽ അക്രോസിറ്റി ഈ ക്രിമിനൽ കേസ് എങ്ങനെ നടപ്പാക്കുന്നു അതുപോലെ തന്നെയാണ് തമിഴ്നാട്ടിൽ നടപ്പാക്കുന്നത്. പിന്നെ നമ്മൾ പറയുന്നത് നാഗാലാൻഡിൽ ഇതുപോലെ നടപ്പാക്കത്തില്ല. നാഗാലാൻഡ് ട്രൈബൽ ഏരിയയാണ്. ഗോത്രവർഗ പ്രദേശമായ ആസാമിൽ ഇതുപോലെ നടപ്പാക്കത്തില്ല. എന്ന് പറഞ്ഞാൽ പട്ടികവർഗ പ്രദേശങ്ങൾ ഇതുപോലെ നടപ്പാക്കണമെന്നില്ല. അവിടെ വേറെ നിയമം ഉണ്ടെങ്കിൽ അത് നടപ്പാക്കാം. അല്ലെങ്കിൽ സർക്കാരിന് ഒരു പ്രത്യേക നോട്ടിഫിക്കേഷൻ വഴി നടപ്പാക്കാം. എന്തുകൊണ്ടാണ് പട്ടികവർഗ പ്രദേശത്തിൽ നടപ്പാക്കരുത് എന്ന് പറയുന്നത്? പട്ടികവർഗ പ്രദേശം സ്വയംഭരണ പ്രദേശമാണ്. കേരളത്തിലെ പട്ടികവർഗ പ്രദേശവും സ്വയംഭരണ പ്രദേശമാണ്. കേരളത്തിലെ പട്ടികവർഗ പ്രദേശവും സ്വയംഭരണ പ്രദേശമാണ്. അവിടെ പട്ടികവർഗക്കാർക്കെതിരെ CRPC ഇതേപോലെ നടപ്പാക്കണമെന്ന് നിയമമില്ല. കേരളത്തിലെ ഗവൺമെന്റ് വിചാരിച്ചാൽ പട്ടികവർഗക്കാർക്കെതിരെ CRPC ഇതുപോലെ നടപ്പാക്കാതെ തന്നെ വേറെ രീതിയിൽ നടപ്പാക്കാം, അല്ലെങ്കിൽ അവിടെ വേറൊരു നിയമം നടപ്പാക്കാൻ പറ്റും. ഓക്കെ, പിന്നീട് പറയുന്നത് പട്ടികവർഗ പ്രദേശമാണെങ്കിലും സുകുമാരൻ എന്ന് പറയുന്ന ആള്, സുകുമാരൻ KV സ്ക്രീൻ ഷെയറിങ് ഒഴിവാക്കണം കേട്ടോ. സുകുമാരൻ KV സ്ക്രീൻ ഷെയറിങ് ഒഴിവാക്കണം. നോക്കൂ, ഇനി നമ്മൾ പറയുന്നത് ജാമ്യം എന്നാണെന്നാ. ജാമ്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ജാമ്യം നൽകേണ്ട കുറ്റം, അതായത് ബെയിലബിൾ ഒഫൻസ്. നമുക്ക് നിയമത്തിൽ സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ സംശയമുള്ള ഏരിയയാണ് ജാമ്യം കിട്ടുന്ന കേസ് ഏതാണ്, ജാമ്യം കിട്ടാത്ത കേസ് ഏതാണ്. ആദ്യം അത് വളരെ സിമ്പിളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പക്ഷേ ഇത് മനസ്സിലാക്കാൻ ഇച്ചിരി പാടാണ്. ജാമ്യം അനുവദിക്കേണ്ടതായി 1-ാം പട്ടികയിൽ കാണിച്ചിരിക്കുന്ന ചില കുറ്റങ്ങളുണ്ട്. CRPCയുടെ ഈ 2 പട്ടികയുണ്ട്. അല്ല, 1-ാം പട്ടികയിൽ ഒരു ലിസ്റ്റ് കേസുകൾ തന്നിട്ടുണ്ട്. അതിന് ജാമ്യം അനുവദിക്കും, അല്ലാത്തതിന് ജാമ്യം അനുവദിക്കില്ല. ജാമ്യം അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം പോലീസിൽ നിന്ന് ജാമ്യം കിട്ടത്തില്ലെന്നാണ്. ജാമ്യം കിട്ടുകയില്ല എന്നല്ല, കോടതിയും ജാമ്യം കിട്ടും. അതിനെയാണ് ജാമ്യം അനുവദിക്കാവുന്ന കുറ്റങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു സമൻസ് വന്നാൽ നമ്മൾ ആദ്യം ആ സമൻസ് നോക്കിയിട്ട് ഈ പുസ്തകം കയ്യിലുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ വേറെ പുസ്തകം കയ്യിലുണ്ടെങ്കിൽ ഇത് ജാമ്യം കിട്ടുന്ന കേസാണോ ജാമ്യം കിട്ടാത്ത കേസാണോ എന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം പോലീസ് സ്റ്റേഷനിൽ പോകാൻ. ജാമ്യം കിട്ടാത്ത കേസാണെന്ന് എന്തു ചെയ്യും? പോലീസുകാർ തട്ടി അങ്ങ് അകത്ത് വെക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, ബഷീറ, ഞാൻ ക്ലാസ്സിലാണ്. 9 മണി കഴിഞ്ഞ് വിളിക്കും. 9 മണി കഴിഞ്ഞ് വിളിക്കാം. ഓക്കെ, അടുത്തത് നമ്മൾ പറയുന്നത് ഇപ്പം ജാമ്യം അനുവദിക്കേണ്ട കേസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ CRPCയിലെ 1-ാം പട്ടികയിലെ കേസ് ഏതൊക്കെയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് നമ്മൾ പറഞ്ഞുതരും. ഇങ്ങോട്ട് വരുമ്പോൾ അത് പറയുന്നുണ്ട്. ചാർജ് എന്നാൽ എന്ത്? ചാർജ് എന്ന് പറഞ്ഞാൽ
IPC പ്രകാരം നമ്മൾ ഏതൊക്കെ കുറ്റമാണ് ചെയ്തിട്ടുണ്ട് എന്ന് പോലീസുകാർ എഴുതുന്നതാണ്, നമ്മളെന്നല്ല. നമ്മൾ അങ്ങോട്ട് പരാതി കൊടുത്താൽ IPC പ്രകാരമായി പ്രതി എന്തു കുറ്റമാണ് ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ അല്ലെങ്കിൽ പോലീസുകാരൻ FIRൽ എഴുതി വെക്കുന്നതാണ് ചാർജ്. ഓക്കെ, അടുത്തത് കോഗ്നിസബിൾ ഒഫൻസ്. അത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് കോഗ്നിസബിൾ ഒഫൻസ്? കോഗ്നിസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വാക്കാണ്. വാറണ്ട് ഇല്ലെങ്കിലും പരാതിയില്ലെങ്കിലും പോലീസുകാർക്ക് നേരിട്ട് വന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറ്റത്തിനെയാണ് കോഗ്നിസബിൾ ഒഫൻസ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ 3 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടുന്ന കുറ്റങ്ങളെയാണ് കോഗ്നിസബിൾ ഒഫൻസ് എന്ന് പറയുന്നത്. അത് പരാതി ഇല്ലെങ്കിലും അറസ്റ്റ് ഉണ്ടാവും, വാറണ്ട് ഇല്ലെങ്കിലും അറസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഒരു കൊലപാതകം നടന്നു, പോലീസുകാർ സ്വമേധയാ കേസെടുക്കും. പരാതിയില്ല, എനിക്ക് പരാതിയില്ല. ചത്തയാളുടെ കുടുംബക്കാർ പറയുകയാണ് ഞങ്ങൾക്ക് പരാതിയില്ല, കേസെടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കേസെടുക്കും. 3 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടുന്ന ഏത് കുറ്റങ്ങളാണെങ്കിലും കേസെടുക്കും. അപ്പോൾ പിന്നെ ഇവിടെ ഒരു കേസ് നിയമം പറയുന്നുണ്ട്. 3 വർഷത്തിന് താഴെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ഒരു പോലീസുകാരൻ വാറണ്ട് കൂടാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ ചുമതലപ്പെടുത്തുന്നു എങ്കിൽ അതിനെ കോഗ്നിസബിൾ ഒഫൻസ് ആയിട്ട് കരുതാം. ഇപ്പോൾ ഒരു പോലീസുകാരനോട് അവിടുത്തെ ആ സ്റ്റേഷനിലെ SI വിളിച്ച് പറയാണ് അവിടെ കുറ്റം നടന്നിട്ടുണ്ട്, അതിന് 3 വർഷത്തിൽ കുറവാണ് ശിക്ഷ എങ്കിലും പോയി അറസ്റ്റ് ചെയ്തുകൊണ്ട് വരണം എന്ന് പറഞ്ഞാൽ അതിനെയും കോഗ്നിസബിൾ ഒഫൻസ് ആയി പറയാം. എന്ന് പറഞ്ഞാൽ പോലീസുകാരനാണ് തീരുമാനിക്കുന്നത് അറസ്റ്റ് ചെയ്യണോ വേണ്ടേ. ഓക്കെ, സാധാരണഗതിയിൽ 3 വർഷത്തിന് താഴെ ശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങളിൽ അറസ്റ്റ് ചെയ്യാറില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, പരാതി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ പരാതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ധാരണ, നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു സാധനം എഴുതിയും കൊടുക്കും, ഇതാണ് പരാതി. ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്, പുസ്തകത്തിന്റെ പേരെന്താണ്? പുസ്തകത്തിന്റെ പേര് ക്രിമിനൽ നടപടിക്രമം എന്നാണ്, 1973. ഇത് മലയാളത്തിൽ ബുക്ക് സെന്ററുകളിൽ കിട്ടുന്നതാണ്, ലോ ബുക്ക് സെന്ററിൽ. നിയമപുസ്തകം വിൽക്കുന്ന കടകളിൽ മാത്രം കിട്ടുന്ന പുസ്തകമാണ്. ഓക്കെ, ഞങ്ങൾ വക്കീലന്മാരൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ സ്ഥിരമായി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. ഓക്കെ, അതുകൊണ്ട് ഇതിൻ്റെ ഈ പുസ്തകത്തിൻ്റെ പേര് ലോ ക്രിമിനൽ പ്രൊസീജിയറൽ കോഡ് എന്നാണ്. ഇത് നിയമപുസ്തകം വിൽക്കുന്ന സ്ഥലങ്ങളിൽ കിട്ടും. മലയാളത്തിൽ പുസ്തകം വിപണിയിലുണ്ട്. 895 രൂപയാണ് 2018 വില. പുതിയ പുസ്തകം, ഒരു പുസ്തകം എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇംഗ്ലീഷ് പുസ്തകം വേറെ ഇരിപ്പുണ്ട്, അത്രയും വിലയില്ല. ഇംഗ്ലീഷ് പുസ്തകത്തിന് ഇത്രയും വിലയില്ല, ഇതിൻ്റെ പകുതി വിലയുള്ളൂ, 400 രൂപയ്ക്ക് താഴെയാണ്. മലയാള പുസ്തകത്തിന് വില കൂടുതലായിരിക്കും, അതറിയാമല്ലോ. മലയാളത്തിലും ഇംഗ്ലീഷും പഠിക്കണം, മറ്റേ പുസ്തകത്തിൻ്റെ ഇരട്ടി ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ പുസ്തകം എവിടെ കിട്ടും, പുസ്തകത്തിന്റെ പേരെന്താണെന്നുള്ള ക്വസ്റ്റ്യന് നമ്മൾ മറുപടി പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് പരാതി എന്നാൽ നമ്മുടെ ധാരണ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയുന്നത് പരാതിയാണെന്നാണ്. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയുന്നത് പരാതിയല്ല, അതിനെ ഇൻഫർമേഷൻ എന്ന് പറയും. ആ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് FIR ഇടുന്നത്. FIR, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഇടുന്നത്. അപ്പോൾ അത് കേട്ടാൽ തന്നെ നമുക്കറിയാമല്ലോ അത് ഇൻഫർമേഷനാണ്, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്. ഓക്കെ, അപ്പോൾ പോലീസിൽ ചെന്ന് പറയുന്നത് പരാതിയാണോ എന്ന് ചോദിച്ചാൽ പരാതിയല്ല, അതെന്താണ്, ഇൻഫർമേഷൻ ആകുന്നത്. നോക്കൂ, അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു റിപ്പോർട്ട് ഇടുന്നു. റിപ്പോർട്ട് എഴുതിയിട്ട് പോലീസ് അതിൽ പറയുകയാണ് ഇത് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറ്റമാണ്. അപ്പോൾ ഞാൻ
പോലീസ് സ്റ്റേഷനിൽ ഒരു ഇൻഫർമേഷൻ കൊണ്ട് കൊടുത്തു. ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ അന്വേഷണം നടത്തി. അന്വേഷണം നടത്തിയിട്ട് പോലീസുകാരൻ പറയുന്നു, ഇത് 3 വർഷത്തിൽ താഴെ ശിക്ഷ കിട്ടുന്ന കുറ്റമാണ്, അതുകൊണ്ട് വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു റിപ്പോർട്ട് മജിസ്ട്രേറ്റിന് കൊടുത്താൽ ആ മജിസ്ട്രേറ്റിന് കൊടുക്കുന്ന റിപ്പോർട്ട് പരാതി എന്ന് പറയാം. പോലീസിൽ കൊടുക്കുന്നതിനെ ഇൻഫർമേഷൻ എന്ന് പറയും, മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊണ്ടു കൊടുക്കുന്നതിനെ പരാതി എന്ന് പറയും. ആ പരാതി എന്ന് പറയുന്നണമെങ്കിൽ അതിലൊരു കാര്യം ഉണ്ടായിരിക്കണം. മജിസ്ട്രേറ്റ് CRPC പ്രകാരം നടപടിയെടുക്കണമെന്ന് ആ പരാതിയിൽ പറഞ്ഞിരിക്കണം. ഇപ്പോൾ ഒരാൾ മജിസ്ട്രേറ്റ് അടുത്ത് എന്ന് പറയുകയാണ്, അയലത്തുകാരൻ എന്നെ തല്ലി, എന്നെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വിളിച്ചു, തല്ലിയത് കൊണ്ട് എനിക്ക് പരിക്ക് പറ്റി, ഞാൻ 15 ദിവസം ആശുപത്രിയിൽ കിടന്നു. കാര്യമൊക്കെ ശരിയാണ്, കേസെടുക്കണ്ട, അയലത്ത് താമസിക്കുന്ന എൻ്റെ അനിയനാണ്, അതുകൊണ്ട് കേസെടുക്കണ്ട, എൻ്റെ വിഷമം വന്ന് പറഞ്ഞതേ ഉള്ളൂ, നടപടി സ്വീകരിക്കണ്ട എന്ന് പറഞ്ഞാൽ അത് പരാതിയല്ല. പറഞ്ഞ് മനസ്സിലായല്ലോ? ഇപ്പോൾ പരാതിയാകണമെങ്കിൽ CRPCയിലെ ഏതെങ്കിലും വകുപ്പ് പ്രകാരം പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ കോടതി നടപടി എടുക്കണമെന്നതിൽ പറഞ്ഞിട്ടുണ്ടാവണം, എങ്കിൽ മാത്രമേ പരാതിയാവൂ. നമ്മൾ പരാതി എഴുതിക്കൊണ്ട് കൊടുക്കുമ്പോൾ ഈ അവസാനം പറഞ്ഞ സാധനം അതിൽ കാണുകയില്ല. CRPC പ്രകാരം നടപടി എടുക്കണമെന്ന് അതിൽ കാണുകയില്ല. അതുകൊണ്ട് അത് കംപ്ലൈൻ്റ് അല്ല, അത് വെറും ഇൻഫർമേഷനായിട്ട് പോകും. അപ്പോൾ അങ്ങനെ ഒരു ഇൻഫർമേഷൻ കൊടുത്താൽ ആ ഇൻഫർമേഷനും എഴുതണം, നിയമപ്രകാരം നടപടി എടുക്കണമെന്ന്, CRPC പ്രകാരം നടപടി എടുക്കണമെന്നോ, IPC പ്രകാരം ഇന്ന കുറ്റമാണ് ചെയ്തിട്ടുണ്ടെന്നോ, ആ നടപടി എടുക്കണം, ശിക്ഷിക്കണമെന്നൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടാവണം. അങ്ങനെ പറയുന്നതിനെയാണ് നമ്മളെന്ന് പറയുന്നത് കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത്, പരാതി എന്ന് പറയുന്നത്. പിന്നെ വേറൊരു പരാതിയുണ്ട്. രണ്ടാമത്തെ പരാതി എന്താ? ഒരു പോലീസുകാരൻ അന്വേഷണം നടത്തിയതിന് ശേഷം പോലീസുകാരന് ബോധ്യപ്പെടുന്നു 3 വർഷം ശിക്ഷിക്കേണ്ട കുറ്റമല്ല, അപ്പോൾ അയാൾ ഫയൽ ക്ലോസ് ചെയ്യും. എങ്ങനെ ക്ലോസ് ചെയ്യുന്നു? ഇത് 3 വർഷം കൊണ്ട് ശിക്ഷിക്കേണ്ട കുറ്റമല്ല, അതിന് താഴെയാണ് കുറ്റം എന്ന് ബോധ്യപ്പെട്ടു, അതുകൊണ്ട് തുടരന്വേഷണം നടത്തുന്നതിന് വേണ്ടി മജിസ്ട്രേറ്റിൻ്റെ അനുവാദം വേണം എന്ന് പറഞ്ഞാൽ അതൊരു പരാതിയാണ്. ആ പരാതി കൊടുക്കുന്ന പോലീസുകാരനെ പരാതിക്കാരൻ എന്ന് പറയും. ഇപ്പം CRPCയിലെ പരാതിക്കാരൻ ആരാണ്? പോലീസുകാരനാണ്, സ്റ്റേറ്റാണ്. ഓക്കെ, പരാതി നേരെ മജിസ്ട്രേറ്റിന് കൊണ്ട് കൊടുക്കുകയാണെങ്കിലാണ് വ്യക്തി പരാതിക്കാരനാകുന്നത്. അപ്പോൾ വ്യക്തി എന്ത് വിളിക്കും? എന്നെ അയലത്തുകാരൻ തല്ലി, ഞാൻ മജിസ്ട്രേറ്റ് കോടതി കൊണ്ട് ഒരു പരാതി കൊടുത്താൽ ഞാൻ പരാതിക്കാരനാണ്. ഞാൻ പോലീസിലാണ് പരാതി കൊടുക്കുന്നെങ്കിലോ പരാതിക്കാരൻ പോലീസുകാരനാണ്. അപ്പോൾ എന്നെ എന്ത് വിളിക്കും? ഡി ഫാക്ടോ കംപ്ലൈൻറ്റ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ യഥാർത്ഥ കംപ്ലൈനൻ്റ് ആണ്, പോലീസുകാരൻ ഡി ജൂറെ കംപ്ലൈൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ നിയമപ്രകാരം കംപ്ലൈൻറ്റ് പോലീസുകാരനാണ്. മനസ്സിലായോ പറഞ്ഞത്? ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എഴുതി വെച്ചാൽ മതി, വിശദീകരണം തരുന്നതായിരിക്കും. അപ്പം പരാതി എന്ന് പറയുന്നതിന് നമ്മൾ പറഞ്ഞു. രണ്ടാമത് ഹൈക്കോടതി എന്നാൽ എന്ത് എന്ന് പറയുന്നു, അതിനെക്കുറിച്ച് വിശദീകരണം വേണ്ടല്ലോ. കേരളത്തിൽ എറണാകുളത്തുള്ള ഒരു സ്ഥാപനമാണ് ഹൈക്കോടതി. കേരളത്തിലെ ഏറ്റവും വലിയ കോടതിയാണ് ഹൈക്കോടതി. സുപ്രീം കോടതി കഴിഞ്ഞാൽ ക്രിമിനൽ കോടതിയുടെ എല്ലാ നടപടിക്രമങ്ങളും കേൾക്കേണ്ട കോടതിയാണ് ഹൈക്കോടതി. ഇങ്ങനെയൊക്കെയാണ് ഹൈക്കോടതിയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അതിന് കൂടുതൽ വിശദീകരണം വേണ്ട. പിന്നെ വിചാരണ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്കറിയാം, ഒരാളുടെ വിചാരണ എന്ന് പറഞ്ഞാൽ അതിനും കൂടുതൽ വിശദീകരിക്കുന്നില്ല. വിചാരണ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പരാതി മജിസ്ട്രേറ്റിന് കിട്ടുന്നു. മജിസ്ട്രേറ്റ് ആ പരാതിയെക്കുറിച്ച് പോലീസുകാരോട് അന്വേഷിക്കാൻ പറയുന്നു. പോലീസുകാരൻ അന്വേഷിക്കുന്നു. പോലീസുകാരൻ അന്വേഷിച്ചാൽ അന്വേഷണത്തിൽ കഴമ്പുണ്ടെന്ന് തോന്നുന്നു, അയാളെ ചാർജ് കൊടുക്കുന്നു. മുമ്പേ നമ്മൾ പറഞ്ഞല്ലോ, ചാർജ് കൊടുക്കുന്നു. ചാർജ് കൊടുത്തതിന് ശേഷം തെളിവുകൾ ശേഖരിക്കുന്നു. തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം അതിനെ കുറ്റക്കാരനാണോ ഇല്ലയോ എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടി നടത്തുന്ന അതിനെയാണ് വിചാരണ എന്ന് പറയുന്നത്. അതും കൂടുതൽ വിശദീകരണം വേണ്ട. അന്വേഷണം ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. അന്വേഷണം 2 തരത്തിലുണ്ട്. ഒന്ന് പോലീസുകാരൻ നടത്തും, അതിനെന്ത് പറയും? പോലീസുകാരനോട് അന്വേഷണം നടത്തും, കോടതി വരുന്ന അന്വേഷണം. പോലീസുകാരൻ നടത്തുന്ന അന്വേഷണത്തിന് എപ്പോഴും ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയും. കോടതി നടത്തുന്ന അന്വേഷണത്തിന് എൻക്വയറി എന്ന് പറയും. എൻക്വയറി, പോലീസ് എൻക്വയറി.
കോർട്ട് എൻക്വയറി, പോലീസ് ഇൻവെസ്റ്റിഗേഷൻ. പോലീസ് നടത്തുന്ന ഇൻവെസ്റ്റിഗേഷൻ, കോടതി നടത്തുന്ന എൻക്വയറിയാണ്. അപ്പോൾ എൻക്വയറിയാണ് ഒരാൾക്കെതിരെ വന്നതെന്ന് പറഞ്ഞാൽ കോടതിയാണ് നേരിട്ട് അന്വേഷിക്കുന്നത്. ചിലപ്പം പോലീസ് ആയിരിക്കും വരുന്നത്, അത് വേറെ കാര്യം. അടുത്തത് പിന്നെ കുറച്ച് ഇതൊക്കെ പറയുന്നുണ്ട്, അതൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. പിന്നെ ഒരൊറ്റ സാധനം മാത്രം, വാറണ്ട് കേസ് എന്താണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. വാറണ്ട് കേസ് എന്നാൽ മരണശിക്ഷയോ ജീവപര്യന്ത ശിക്ഷയോ 2 വർഷത്തിൽ കവിയാത്ത കാലത്തേയുള്ള തടവ് ശിക്ഷയോ നൽകി ശിക്ഷിക്കപ്പെടാവുന്ന കുറ്റത്തിനെയാണ് വാറണ്ട് കേസ് എന്ന് പറയുന്നത്. ഓക്കെ, 2 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് വാറണ്ട് കേസ്. അങ്ങനെ നമ്മൾ ഒത്തിരി വിശദീകരണങ്ങളുണ്ട്. ആ വിശദീകരണങ്ങളെല്ലാം നമ്മളങ്ങ് ഒഴിവാക്കിയിട്ട് കുറച്ച് കാരണത്തിൻ്റെ വിശദീകരണങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, പിന്നീട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ക്രിമിനൽ കോടതി സംവിധാനം എന്താണെന്ന്. അതിലും കുറച്ച് ഭാഗങ്ങളുണ്ട്, അത് നമുക്ക് അത്യാവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളങ്ങ് വിട്ടുകളാം. ക്രിമിനൽ കോടതി നിങ്ങൾക്കറിയാം, ഒരു ഏറ്റവും വലിയ ക്രിമിനൽ കോടതി പറഞ്ഞാൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയാണ്. ഇനിയുള്ളത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഒരു ജില്ലയിലെ ഏറ്റവും ഉയർന്ന ക്രിമിനൽ കോടതി എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയാണ്. അതിന് താഴെ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതികളുണ്ട്. അതിന് താഴെ അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതികളുണ്ട്. പിന്നെ സബ് കോടതികളുണ്ട്. അതിന് താഴെ മജിസ്ട്രേറ്റ് കോടതികളുണ്ട്. അതിന് താഴെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഉണ്ട്. പറഞ്ഞ മനസ്സിലായല്ലോ. ഒരു ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനൽ കോടതിയെ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി എന്ന് പറയും. ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിക്ക് തത്തുല്യമായി അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതികളുണ്ട്. അതിന് താഴെയായി അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതികളുണ്ട്. അതിന് താഴെയായി സബ് കോടതികളുണ്ട്. സബ് കോടതിക്ക് താഴെയായി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി എന്ന് പറയുന്നൊരു കോടതിയുണ്ട്. അതിനുശേഷം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതികളുണ്ട്. അതിനുശേഷം മജിസ്ട്രേറ്റ് കോടതികളുണ്ട്. അതിനുശേഷം എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുകളുണ്ട്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ആരാ? കളക്ടർ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആണ്. RDO എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആണ്. തഹസീൽദാർ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആണ്. വില്ലേജ് ഓഫീസറും ഒരു തരത്തിൽ പറഞ്ഞ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആണ്. അങ്ങനെയാണ് ക്രിമിനൽ കോടതികളെ ക്രമീകരിച്ചിട്ടുള്ളത്. വില്ലേജ് ഓഫീസർക്ക് ക്രിമിനൽ അധികാരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. തഹസീൽദാർക്ക് ക്രിമിനൽ അധികാരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. RDOക്ക് ക്രിമിനൽ അധികാരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഓക്കെ, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞ കളക്ടർക്കും ക്രിമിനൽ അധികാരമുണ്ട്. അപ്പോൾ ക്രിമിനൽ അധികാരം ഇത്രയും പേർക്കാണുള്ളത്. തൽക്കാലം അത്രയും മനസ്സിലാക്കുക. വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ പറയുന്നതായിരിക്കും. പിന്നെ നമുക്ക് കേരളത്തിൽ ഇല്ലാത്ത കുറച്ച് സാധനം ഇതിനകത്ത് പറയുന്നുണ്ട്. മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കേരളത്തിൽ ഇപ്പോൾ നിലവിലില്ല. മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് വരികയാണെങ്കിൽ കൊച്ചിയിലായിരിക്കും വരാൻ പോകുന്നത്. കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെയാണ് വരാൻ പോകുന്നത്. മഹാനഗര കോടതികൾ കേരളത്തിലില്ല. അതുകൊണ്ട് നമുക്ക് ആ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. സെഷൻസ് കോടതി. ഇനി പ്രധാനമായും നമുക്ക് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് സെഷൻസ് കോടതി എന്താണ്. ഒരു ജില്ലയിൽ ഒരു പ്രധാന കോടതി ഉണ്ടായിരിക്കും, സെഷൻസ് കോടതി. ആ സെഷൻസ് കോടതി ജഡ്ജിയെ ഹൈക്കോടതിയെ ആണ് നിയമിക്കുന്നത്. ഹൈക്കോടതി പറയുന്ന എന്ത് അധികാരവും CRPC പറയുന്ന എന്ത് അധികാരവും സെഷൻസ് കോടതിക്ക് ഉണ്ടായിരിക്കും. സെഷൻസ് കോടതിക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയാണ് തൂക്കിക്കൊല്ലാൻ വിധിക്കാനുള്ള അധികാരം. അതിനെ പറയുന്നത് ഹാങ് ബൈ നെക്ക് ടിൽ ഡെത്ത്. സെഷൻസ് കോടതിയിലാണ് നമ്മൾ കൊടുത്ത കേസ് വന്നാൽ, അല്ലെങ്കിൽ നമുക്കെതിരെയുള്ള കേസ് വരുന്നത് സെഷൻസ് കോടതിയിലാണ് എങ്കിൽ ഹാങ് ബൈ നെക്ക് ടിൽ ഡെത്ത്, തൂക്കിക്കൊല്ലാൻ വേണ്ടിയുള്ള വിധി അങ്ങോട്ട് വാങ്ങിക്കൊടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങോട്ട് കിട്ടുന്നതിന് വേണ്ടിയോ ഉള്ള അവസരമുള്ള കോടതിയാണ് സെഷൻസ് കോടതി എന്നാണ്. അതാണ് സെഷൻസ് എന്ന് പറയുന്നത്.
അങ്ങനെ ഒരു ജില്ലയിൽ ഒരു പ്രധാന സെഷൻസ് കോടതി, പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതികളും അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതികളും അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതികളും നമ്മുടെ ആൾക്കാരുടെ മിടുക്ക് കൊണ്ട്, അതായത് കേസിൻ്റെ എണ്ണം കൂടുന്നത് കൊണ്ട് സ്ഥാപിക്കാവുന്നതാണ്. ഓക്കെ, കേസിൻ്റെ എണ്ണം കുറവാണെങ്കിൽ അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയുടെ എണ്ണവും കുറയും, അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയുടെ എണ്ണവും കുറയും, പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ഒരെണ്ണം ഉണ്ടാവും. അത് കളയാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഇത് പഠിച്ചല്ലോ, അട്രോസിറ്റീസ് ആക്ട് പ്രകാരം. അട്രോസിറ്റീസ് ആക്ട് പഠിച്ചപ്പോൾ അതിനകത്തൊരു കോടതി പറഞ്ഞായിരുന്നു. എന്ത് കോടതിയാ? സ്പെഷ്യൽ കോടതിയെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ അട്രോസിറ്റീസ് ആക്ട് പ്രകാരം സ്പെഷ്യൽ കോടതികൾ ഇല്ലെങ്കിൽ, അതുകൂടെ പറയുന്നുണ്ട്, ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിക്കോ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയുടെ അധികാരപ്പെടുത്തിയതിനനുസരിച്ച് മറ്റേതെങ്കിലും കോടതിക്കോ SC/ST ആക്ടുകൾ കൈകാര്യം ചെയ്യാവുന്നതാണ്. പിന്നെ വേറൊരു കോടതിയുണ്ട്, പോക്സോ. പോക്സോ കോടതിയും സ്പെഷ്യൽ കോടതിയാണ്. ആ പോക്സോ കോടതി എന്ന് പറയുന്നത് സെഷൻസ് കോടതിയാണ് എന്ന് മാത്രമല്ല, അത് ഫാസ്റ്റ് ട്രാക്ക് കോടതിയാവാം, പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയുമാകാം. പോക്സോ. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള കോടതിയുണ്ട്. അതും ഏതെങ്കിലും സെഷൻസ് കോടതിയെയോ അഡീഷണൽ സെഷൻസ് കോടതിയെയോ അസിസ്റ്റന്റ് സെഷൻസ് കോടതിയെയോ എന്ത് ചെയ്യാവുന്നതാണ്? ചുമതലപ്പെടുത്താവുന്നതാണ്. എന്താ, ആരാ പറഞ്ഞേ? ഏതെങ്കിലും ഭാഗം പറയണമെന്നാണോ പറഞ്ഞേ? സ്പെഷ്യൽ കോടതിനെ പറ്റിയൊന്ന് പറഞ്ഞു സാറേ. നോക്കൂ, ഞാൻ നിർത്തി പറയാം, നിങ്ങൾക്ക് ആവശ്യമുള്ള നോട്ട് ചെയ്തോളൂ. ഒന്ന്, പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി. പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ഒന്ന്. രണ്ട്, അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി. കോടതിയല്ല, കോടതികൾ. പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതികൾ എന്നെഴുതരുത്. പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അടുത്തത് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതികൾ. മൂന്ന്, അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതികൾ. നാല്, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. അതൊരെണ്ണമേ ഉള്ളൂ ഒരു ജില്ലയിൽ. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഒരെണ്ണം. രണ്ട്, അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതികൾ. അത് ജില്ലയിൽ ഒന്നൊന്നുമല്ല, എത്ര താലൂക്കുണ്ടോ അത്രയും താലൂക്കിലും അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതികൾ ഉണ്ടാവും. അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതികൾ. പിന്നെ ഉള്ളത് അസിസ്റ്റന്റ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതികൾ. പിന്നെ ഉള്ളത് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ട്. ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ട്. പിന്നെ കേരളത്തിൽ ഇപ്പോൾ 2 വർഷം കൊണ്ട് പുതിയതായ ഒരു കോടതിയുണ്ട്, സെക്കൻഡ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ട്. അത് ഈ വാഹനത്തിൻ്റെയൊക്കെ പെറ്റി, ലൈസൻസ് ഇല്ല, പോലീസ് കേസെടുത്തു, പെറ്റി അടയ്ക്കുന്നു. ഓവർ സ്പീഡ്, പെറ്റി അടയ്ക്കുന്ന കോടതി. അവിടെ പെറ്റി കൊണ്ട് അടയ്ക്കുക എന്ന് മാത്രമേ അവന് ഉദ്ദേശമുള്ളൂ. 2ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അതെല്ലാ സ്ഥലങ്ങളിലും ഒരു ജഡ്ജിയെയും 2-3 സ്റ്റാഫിനെയും വെച്ചിട്ടുണ്ട്. 2ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതികളും എവിടെയുണ്ട്? കേരളത്തിൽ ഇപ്പോഴുണ്ട്. 2-3 വർഷം കൊണ്ട് തുടങ്ങിയതാണ്. കാരണം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ പെറ്റി അടയ്ക്കുന്നതിൻ്റെ തിരക്ക് കാരണം ഒരു കാര്യവും അവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ പറഞ്ഞു അസിസ്റ്റന്റ് സെഷൻ ജഡ്ജിമാർ, അത് മനസ്സിലായല്ലോ. പിന്നെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റന്മാരുടെ കോടതി. പിന്നെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ
ഒരു ജില്ലയിലെ മജിസ്ട്രേറ്റന്മാരെ മൊത്തം നിയന്ത്രിക്കുന്ന ഒരു കോടതിയുണ്ട്, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. ഈ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനും അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെയുമാണ് ജില്ലാ ജഡ്ജിമാരായിട്ട് പ്രമോഷൻ കൊടുക്കുന്നത്. ജില്ലാ ജഡ്ജിയുടെ തൊട്ട് താഴെയുള്ള റാങ്കിലാണ്. പിന്നെ സ്പെഷ്യൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റന്മാർ. എന്തുവാ സ്പെഷ്യൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റന്മാർ? ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി വെക്കുന്ന കോടതികൾ. ജുഡീഷ്യൽ മജിസ്ട്രേറ്റന്മാർ നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. പിന്നെ മഹാനഗര മജിസ്ട്രേറ്റ് നമുക്കില്ല, ചീഫ് മഹാനഗര മജിസ്ട്രേറ്റ് നമുക്കില്ല, സ്പെഷ്യൽ മഹാനഗര മജിസ്ട്രേറ്റ് മെട്രോപൊളിറ്റൻ കോടതി നമുക്ക് കേരളത്തിലില്ല, അതുകൊണ്ട് നോക്കണ്ട. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റന്മാർ, അത് ശ്രദ്ധിക്കണം. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റന്മാർ ആരാ? ജില്ലയിൽ ഒരു ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഉണ്ടാകും, അതായത് കളക്ടർ ഉണ്ടാകും. ജില്ലയിൽ ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഉണ്ടാകും, അത് കളക്ടറാണ്. സ്റ്റേറ്റ് ഗവൺമെന്റിന് അഡീഷണൽ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റന്മാരെ നിയമിക്കാവുന്നതാണ്, RDOമാരെ നിയമിക്കുന്നതാണ്. ഓക്കെ. പിന്നെ സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റന്മാരെ നിയമിക്കാവുന്നതാണ്, അവരൊക്കെ IASകാരായിരിക്കും. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റന്മാർക്ക് എന്തൊക്കെ അധികാരങ്ങളുണ്ട് എന്നാണ് അടുത്ത് പറയുന്നത്. പിന്നെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റന്മാരുടെ നിയന്ത്രണത്തിൽ എന്തൊക്കെ വരും? പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന ഭാഗമാണ് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ. പബ്ലിക് പ്രോസിക്യൂട്ടർമാർ ആരാണ്? പബ്ലിക് പ്രോസിക്യൂട്ടർമാർ പിപിമാരെന്ന് പറയും. പിപിമാരെന്ന് പറഞ്ഞാൽ ആരാണ്? വരുന്ന ഗവൺമെന്റ് അവരുടെ രാഷ്ട്രീയ സ്വാധീനമായി കുറച്ച് വക്കീലന്മാരെ നിയമിക്കും, ജില്ലാ കോടതിയിലെ കേസ് നടത്തുന്നതിന് വേണ്ടിയും അതുപോലെയുള്ള സെഷൻസ് ഡിസ്ട്രിക്ട് പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയിലെ കേസ് നടത്തുന്നതിന് വേണ്ടിയും ഡിസ്ട്രിക്ട് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയിലെ കേസ് നടത്തുന്നതിന് വേണ്ടിയും കുറച്ച് വക്കീലന്മാരെ നിയമിക്കും. അതിനെയാണ് നമ്മളെന്ന് പറയുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടർമാരെന്ന് പറയുന്നത്. പിന്നെ അതിന് താഴെ APPമാരുണ്ട്. APPമാരുടെ നിയമനം എങ്ങനെയാ? APPമാരുടെ നിയമനം പരീക്ഷയിലൂടെയാണ്, അത് രാഷ്ട്രീയ സ്വാധീനമല്ല. മാത്രമല്ല അതിനകത്ത് വേറൊരു കാര്യം മനസ്സിലാക്കാനുണ്ട്. കേരളത്തിൽ ഒരു പ്രോസിക്യൂഷൻ ഡയറക്ടറേറ്റ് ഉണ്ടായിരിക്കണം. എന്നുണ്ടായിരിക്കണം? പ്രോസിക്യൂഷൻ ഡയറക്ടറേറ്റ് ഉണ്ടായിരിക്കണം. പ്രോസിക്യൂഷൻ ഡയറക്ടറിന്റെ ഹെഡ് ഓഫീസ് ഹൈക്കോടതിയുമായി ചേർന്നതായിരിക്കണം. കേരളത്തിലെ എല്ലാ ക്രിമിനൽ കേസുകളും നടത്തുന്നതിന് വേണ്ടി പ്രോസിക്യൂഷൻ ഡയറക്ടറേറ്റിനെ അഡീഷണൽ പ്രോസിക്യൂഷൻ ഡയറക്ടറേറ്റും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ നിയമനവും എല്ലാം നടത്തുന്നത് ആരാണ്? പ്രോസിക്യൂഷൻ ഡയറക്ടറേറ്റ് ആണ്. അതാണ് പ്രോസിക്യൂഷൻ ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് 10 വർഷത്തെ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ഉള്ള ക്രിമിനൽ കേസിലെ പ്രാക്ടീസ് ഉള്ള വക്കീലിനെയാണ് പ്രോസിക്യൂഷൻ ഡയറക്ടറേറ്റ് ആയിട്ട് നിയമിക്കുന്നത്. അഡീഷണൽ പ്രോസിക്യൂഷൻ ഡയറക്ടറേറ്റ് ആയിട്ട് നിയമിക്കാറുണ്ട്. ഇതൊക്കെ രാഷ്ട്രീയ പോസ്റ്റുകളാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ കൃത്യമായി, കേരളത്തിലെന്നല്ല ഒരു സംസ്ഥാനത്തും കൃത്യമായി നിയമം നടപ്പാക്കുകയോ വിചാരണയോ നടക്കാത്തത്. ഇതെല്ലാം രാഷ്ട്രീയ പോസ്റ്റുകളായതുകൊണ്ടാണ്. ഈ പോസ്റ്റുകളൊന്നും മത്സര പരീക്ഷ എഴുതി വരികയോ സ്ഥിരം പോസ്റ്റുകളോ അല്ല. അതുകൊണ്ടാണ് നമ്മൾ കൊണ്ട് കേസ് കൊടുത്താൽ അയാൾ നേരെ പാർട്ടിക്കാരോട് വിളിച്ചു ചോദിക്കും, കേസ് എടുക്കണോ നടത്തണോ വേണ്ടേ. അതാണ് പ്രശ്നം. ഇനി കോടതിയുടെ അധികാരം നോക്കൂ. ഹൈക്കോടതിക്കും സെഷൻ കോടതിക്കും 1-ാം പട്ടികയിലും പെട്ട കോടതിക്ക് ചില അധികാരങ്ങളുണ്ട്. എന്തധികാരമുണ്ട്? ശിക്ഷകൾ എത്ര തരമുണ്ട്? ശിക്ഷകൾ 5 തരമുണ്ട്. 1 തൂക്കിക്കൊല്ലുക, അറിയാമല്ലോ. 2 ജീവപര്യന്തം പിടിച്ചകത്തിടുക. എന്തുവാ ജീവപര്യന്തം പിടിച്ചകത്തിടുക എന്ന് പറഞ്ഞാൽ അർത്ഥം? ജീവപര്യന്തം പിടിച്ചകത്തിടുക എന്ന് പറഞ്ഞാൽ 2 തരമുണ്ട്.
ഒന്ന് ഹാർഡ് ലേബർ, ജോലി ചെയ്യിപ്പിച്ചുകൊണ്ട് പിടിച്ചകത്തിടുക. 2 സിമ്പിൾ ജോലി ചെയ്യിപ്പിച്ചുകൊണ്ട് അകത്തിടുക. ഓക്കെ. 3 എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, അതെടുത്ത് കളഞ്ഞു. 4-മത്തത് ഫോർഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി, ഭൂമി പിടിച്ചെടുക്കുക. 5 10 വർഷം വരെ ശിക്ഷിക്കുക. 6 ഫൈൻ. ഇതാണ് സാധാരണയുള്ള കുറ്റകൃത്യമല്ല ശിക്ഷാ നടപടികൾ. ഇപ്പോൾ ശിക്ഷാ നടപടികളെക്കുറിച്ച് പറഞ്ഞത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. 1 ഡെത്ത്, 2 ജീവപര്യന്തം കഠിന തടവ്, ജീവപര്യന്തം മൃദു തടവ്. അത് 2 ഒരു കാറ്റഗറി. 3-മത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നു, അതങ്ങ് എടുത്തു കളഞ്ഞു. 4-മത്തത് 10 വർഷം വരെ ശിക്ഷ. 5-മത്തത് ഫോർഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി, ഭൂമി പിടിച്ചെടുക്കൽ, പ്രോപ്പർട്ടി പിടിച്ചെടുക്കൽ. 6-മത്തത് ഫൈൻ. അങ്ങനെ ഇങ്ങനെ 6 തരം കുറ്റങ്ങളാണുള്ളത്. ഈ കുറ്റം ഏതെല്ലാം കോടതിക്ക് ചുമത്താം? ഈ കുറ്റം എല്ലാം ചുമത്താവുന്ന കോടതിയാണ് സെഷൻസ് കോടതി. തൂക്കിക്കൊല്ലാം, ജീവപര്യന്തം പിടിച്ചകത്തിടാം, 10 വർഷം വരെ ശിക്ഷിക്കാം. ഓക്കെ. ജീവപര്യന്തം അകത്തിടുമ്പോൾ ജോലി ചെയ്തുകൊണ്ട് അകത്ത് കിടക്കണമെന്ന് പറയാം, ജോലി ചെയ്യാതെ അകത്ത് കിടക്കണമെന്നും പറയാം. ഓക്കെ. അടുത്തത് ഭൂമി കണ്ടുകെട്ടാം, സ്വത്ത് കണ്ടുകെട്ടാം. അടുത്തത് ഫൈനും ഏർപ്പെടുത്താം. ഇതെല്ലാം ചെയ്യാവുന്ന കോടതിയാണ് ഏതാ? സെഷൻസ് കോടതി. അപ്പോൾ അവർ ചോദ്യം ചോദിക്കും, ഹൈക്കോടതിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. ഹൈക്കോടതിക്കൊന്നും ചെയ്യാൻ പറ്റുക. കാര്യം എന്താ? സെഷൻസിൻ്റെ കേസ് വിചാരണ മറ്റേതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ മാത്രമേ ഹൈക്കോടതിയിലേക്ക് വിടാറുള്ളൂ. വിചാരണ ഹൈക്കോടതിയിലേക്ക് വിടാറില്ല. അതുകൊണ്ട് ഹൈക്കോടതിക്ക് ഇതൊന്നും കയറി അങ്ങനെ ചെയ്യാൻ പറ്റുക. സ്പെഷ്യൽ സാങ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സെഷൻ വിചാരണകൾ ഹൈക്കോടതിയിലേക്ക് വിടാറുള്ളൂ, അല്ലാതെ വിടാറില്ല. സാധാരണഗതിയിൽ അങ്ങോട്ട് പോകാറേ ഇല്ല സെഷൻസ് വിചാരണ. ഓക്കെ. അപ്പീൽ മാത്രമേ അങ്ങോട്ട് പോകുള്ളൂ. പിന്നെ എന്തൊക്കെ ചെയ്യാം? അപ്പോൾ സെഷൻസ് കോടതിക്ക് തൂക്കിക്കൊല മുതൽ ഉള്ള എല്ലാ ശിക്ഷകളും കൊടുക്കാം, 5 എണ്ണവും കൊടുക്കാം. അഡീഷണൽ സെഷൻസ് കോടതിക്കും തൂക്കിക്കൊല മുതൽ 5 എണ്ണവും കൊടുക്കാം. അസിസ്റ്റന്റിന് തൂക്കിക്കൊല കൊടുക്കാൻ പറ്റത്തില്ല. എത്ര കൊടുക്കാം? ലൈഫ് ഇംപ്രിസൺമെന്റും അസിസ്റ്റന്റിന് കൊടുക്കാൻ പറ്റത്തില്ല. 10 വർഷം വരെയുള്ള തടവേ കൊടുക്കാം പരമാവധി അസിസ്റ്റന്റ് സെഷൻസ്. താഴേക്കുള്ള കോടതിക്ക്, അതിന് താഴെയുള്ള കോടതിക്ക്, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്ക് 7 വർഷം വരെയുള്ള ശിക്ഷയെ കൊടുക്കാൻ പറ്റും. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 7-ൽ കൂടുതൽ കൊടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ മേലോട്ട് അയച്ചു കൊടുക്കണം. അപ്പോൾ കൃത്യമായി മനസ്സിലാക്കണം, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഫയൽ മേലോട്ട് അയച്ചാൽ, നമ്മൾ കൊടുത്ത പരാതിയുടെയോ അല്ലെങ്കിൽ നമുക്കെതിരെയുള്ള പരാതിയുടെയോ ഒരു ഫയൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മേലോട്ട് അയച്ചാൽ 7 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പാണ്. ഓക്കെ. പിന്നെയുള്ള കോടതി എന്ന് പറഞ്ഞാൽ 7-ന് താഴെയുള്ളത്, 7 മുതൽ 3 വരെയുള്ള ശിക്ഷ കൊടുക്കാവുന്ന കോടതികളാണ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി, അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി, അതിനുശേഷം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. അപ്പോൾ 7 കോടതിയിലാണോ കേസ് വരുന്നത് എന്നനുസരിച്ചാണ് ശിക്ഷ എന്ത് കിട്ടുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ. സെഷൻസ് കോടതിയിലാണ് കേസെങ്കിൽ തൂക്കിക്കൊല കിട്ടാം, ജീവപര്യന്തം കഠിന തടവ് കിട്ടാം, 10 വർഷത്തെ ശിക്ഷ കിട്ടാം, 7 വർഷത്തെ ശിക്ഷ കിട്ടാം, 3 വർഷത്തെ ശിക്ഷ കിട്ടാം. മാത്രമല്ല ഭൂമി കണ്ടുകെട്ടാം, ഫൈനും അടയ്ക്കാം. സെഷൻസ് കോടതിയിലല്ല, അഡീഷണൽ സെഷൻസ് കോടതിയിലാണെങ്കിൽ ഇതെല്ലാം ചെയ്യാം. അസിസ്റ്റന്റ് സെഷൻസ് കോടതിയിലാണെങ്കിൽ ഒരു ഗുണമുണ്ട്, തൂക്കിക്കൊല കിട്ടുകയില്ല, ജീവപര്യന്തം കഠിന തടവും കിട്ടുക. ബാക്കി 10 വർഷം വരെയുള്ളതൊക്കെ കിട്ടാം. ഓക്കെ. അവിടുന്ന് മാറി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസെങ്കിൽ പരമാവധി 7 വർഷം, അതിന് താഴെയാണെങ്കിൽ 3-നും 7-നും ഇടയിൽ. ഇങ്ങനെയാണ് കോടതിയും ശിക്ഷയും തമ്മിലുള്ള ബന്ധം. മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ഓക്കെ. നോക്കൂ, ഇനി പ്രധാനമായും പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതിന് വേണ്ടി, ഒരു വർഷം കൊണ്ട് ഒരാൾ, എ എന്ന് പറയുന്ന ഒരാൾ 1 വർഷം കൊണ്ട് ഒരു 5-6 കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റങ്ങളെല്ലാം ഒരുമിച്ച് ട്രയൽ ചെയ്യാവുന്ന, അത് അത്ര
നമ്മളെ സംബന്ധിച്ചോളം അത്ര പ്രധാനപ്പെട്ട സാധനങ്ങളല്ല. പിന്നെ നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥനുള്ള വീഴ്ച. പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മേലിലുള്ള അധികാരം, അത് പ്രധാന ഭാഗമാണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് പഠിച്ചു പോകും. ഇനി മുതലുള്ളതെല്ലാം നമ്മൾ വരി വായിച്ച് പറഞ്ഞു പോകും. അതുകൊണ്ട് എല്ലാവരും മൈക്കൊന്ന് ഓണാക്കിയേ. ഉദ്ദേശം 1 മണിക്കൂർ കൊണ്ട് നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ പറയാം. എല്ലാവരും മൈക്ക് ഓണാക്കിയിട്ട് എല്ലാവരും ഒരുമിച്ച് സംസാരിക്കരുത്. ഓരോരുത്തർ മാത്രമേ സംസാരിക്കാവൂ. ഇപ്പോൾ 1 മണിക്കൂർ ആയതുകൊണ്ട് നമുക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ പറഞ്ഞിട്ടങ്ങ് പോയാൽ എനിക്കും പണി കുറഞ്ഞു, നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാം. ഇപ്പോൾ അംബുജാക്ഷൻ ചേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മൈക്ക് ഓണാക്കും. 1 മിനിറ്റേ. ഇത്തിരി വെള്ളം ഒഴിഞ്ഞെടുത്തേ. യെസ്, അംബുജാക്ഷൻ ചേട്ടൻ പറഞ്ഞു കേക്കട്ടെ. മൈക്ക് ഓണല്ല കേട്ടോ. അംബുജാക്ഷൻ ചേട്ടൻ്റെ മൈക്ക് ഓണല്ല. കേൾക്കുന്നില്ല. പറയൂ. പോലീസിന്റെ അന്വേഷണത്തിൽ പോലീസാണല്ലോ നമുക്ക് ആദ്യത്തെ റിപ്പോർട്ട് കൊടുക്കുന്നത്. ഇപ്പൊ അവര് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കേസിന്റെ ശിക്ഷാ കാലാവധി കുറക്കാനുള്ള വകുപ്പ് അവർക്ക് ചേർക്കാൻ പറ്റുമെന്നുള്ളതാണ്. പറ്റുമല്ലോ അവർ വിചാരിച്ചത്. അങ്ങനെ പോലീസുകാരൻ ഒരു കേസിൽ ശിക്ഷാ കാലാവധി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്ന വകുപ്പ് എഴുതി ചേർത്താൽ അത് IPC എന്ന് പറയുന്ന പുസ്തകം നോക്കിയിട്ട് അതിനെതിരെ ഇപ്പം അംബുജാക്ഷൻ ചേട്ടനോ അല്ലെങ്കിൽ അംബുജാക്ഷൻ ചേട്ടന്റെ കുടുംബത്തിലെ ഒരാൾക്കാണ് ഒരു പ്രശ്നം ഉണ്ടായത്. വ്യാജമായ ഒരു കേസിൽ പെടുത്തിയതാണ്. വലിയ വകുപ്പ് ചേർത്താണ് കേസ് കൊടുത്തിട്ടുള്ളത്. എങ്കിൽ നമ്മളെ ഹാജരാക്കിയ കോടതി സെഷൻസ് കോടതിയാണെങ്കിൽ ആ സെഷൻസ് കോടതിയിൽ അംബുജാക്ഷൻ ചേട്ടന് വക്കീൽ വഴിയോ അല്ലാതെ നേരിട്ടോ ഒരു അപേക്ഷ കൊടുക്കാവുന്നതാണ്. ഇന്ന കാര്യങ്ങളാണ് സംഭവിച്ചത്, ഇന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ല, അതുകൊണ്ട് വകുപ്പ് ഓൾട്ടർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപേക്ഷ കൊടുക്കാവുന്നതാണ്. പുനരന്വേഷണം നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അപേക്ഷ കൊടുക്കാവുന്നതാണ്. കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര മാസം കൊണ്ടാണ് അത് കൊടുക്കാൻ പറ്റുക? ഇപ്പോ നിങ്ങളെ അറസ്റ്റ് ചെയ്തു എന്ന് കരുതുക. അറസ്റ്റ് ചെയ്തു, ജാമ്യത്തിന് വേണ്ടി ഹാജരാകുമല്ലോ. അപ്പൊ അറസ്റ്റ് ചെയ്ത് നമ്മളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ നമുക്ക് ജാമ്യം മൂവ് ചെയ്യാമല്ലോ. ജാമ്യം മൂവ് ചെയ്യുമ്പോൾ അവിടുത്തെ വക്കീലുമായി കൃത്യമായി പറഞ്ഞുകൊണ്ട് ആ വകുപ്പുകൾ ഇപ്പോ 302 ചാർജ് ചെയ്തു. 302 ചാർജ് ചെയ്യുന്ന ഏതിലാ? മരണം സംഭവിച്ചാൽ. മരണം സംഭവിച്ചിട്ടില്ല, ഇപ്പൊ 302 ചാർജ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു മുറിവുണ്ടായി, മരണകാരണമായ മുറിവുണ്ടായി, അറ്റംപ്റ്റ് മർഡർ ആണ് ചാർജ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വെറുതെ ഒരു അടി മാത്രമേ അടിച്ചിട്ടുള്ളൂ, അറ്റംപ്റ്റ് മർഡർ ചാർജ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുപോലെ എന്താണ് യഥാർത്ഥം നടന്നത്? ഞാനൊരു കേസിൽ ഹാജരായപ്പോൾ 323 ചാർജ് ചെയ്തു. 323 എന്ന് പറഞ്ഞാൽ ഒബ്സ്ട്രക്റ്റിംഗ് എ പബ്ലിക് സർവന്റ് ഇൻ ഹിസ് ഡ്യൂട്ടീസ് ആണ്.
ഒരു പൊതുപ്രവർത്തകൻ ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിനെ ഡ്യൂട്ടിയിൽ തടസ്സപ്പെടുത്തിയെന്നാണ്. ആ ഒരൊറ്റ ചാർജ് മാത്രമേ ഉള്ളൂ, ബലമായ ചാർജ്, വേറൊന്നുമില്ല. അപ്പൊ അതിനകത്തൊരു പ്രത്യേകതയുണ്ട്. അങ്ങനെ ഒബ്സ്ട്രക്ട് ചെയ്തെങ്കിൽ ആ നിയമം പറയുന്നത് വിച്ച് മാനർ ഹി ഒബ്സ്ട്രക്ട്, ഏത് രീതിയിൽ ഒബ്സ്ട്രക്ട് ചെയ്തു എന്ന് വ്യക്തമായി FIR പറഞ്ഞിരിക്കണം. ഇതറിയുന്ന വക്കീലാണെങ്കിൽ, നിങ്ങൾ ഇതറിയാവുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അത് വ്യക്തമായി കോടതിയെ ബോധ്യപ്പെടുത്തി കൊടുക്കാം. 302 നിൽക്കില്ല. കാര്യം എന്താ? 302 പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? വിച്ച് മാനർ ഹി ഒബ്സ്ട്രക്ട് എന്ന് പറഞ്ഞിരിക്കണം. FIR ഏത് രീതിയിലാണ് ഒബ്സ്ട്രക്ട് എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ വകുപ്പ് നിൽക്കില്ല. അങ്ങനെ നമുക്കെതിരെ ചാർജ് ചെയ്യുന്ന ഓരോ വകുപ്പിനും എന്ത് കാരണത്തിലാണ് ആ വകുപ്പ് ചാർജ് ചെയ്യേണ്ടത് എന്ന് ആ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. അതിന്റെ ഘടകങ്ങൾ വന്നില്ലെങ്കിൽ ആ വകുപ്പ് ചാർജ് ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടി നമ്മൾ CRPC പഠിച്ചതിന് ശേഷം അത് നിങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ നമ്മൾ IPCയുടെ ഒരു ക്ലാസ്സും കൊടുക്കേണ്ടി വരും. അട്രോസിറ്റീസ് ആക്ടും IPC CRPC എടുത്താൽ നമുക്ക് അത്യാവശ്യം ക്രിമിനൽ നിയമങ്ങളെല്ലാം നമുക്ക് കയ്യിലാവും. അത്യാവശ്യം ക്രിമിനൽ നിയമങ്ങൾ നമ്മുടെ കയ്യിലാവും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഒരു വിസ്ഡം, നമ്മുടെ ഒരു ബുദ്ധി അനുസരിച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ നീക്കാൻ പറ്റും. സ്വാഭാവികമായിട്ടും നമ്മളെ ആൾക്കാര് സാധാരണ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് വകുപ്പൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് ഒരു പോലീസുകാരും പറഞ്ഞു തരാൻ നിൽക്കില്ല. നമ്മൾ അങ്ങനെ അന്വേഷിച്ചു കഴിഞ്ഞാൽ അവർ പറയില്ല. അത് കോടതിയിലെത്തി അതിന്റെ ഒരു FIRന്റെ ഒരു കോപ്പി നമ്മുടെ കയ്യിലെത്തുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും അത് അറിയാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൾക്കാരെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് അവരെ രക്ഷപ്പെടുത്താനും മറ്റും നമുക്ക് സാധിക്കാതെ പലപ്പോഴും ഇത് കേരള ഹൈക്കോടതിയിൽ പ്രാക്ടീസ് തുടങ്ങി 10 വർഷത്തിന് മുമ്പേ എനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ ഞാൻ ഈ പണി തുടങ്ങിയത്. നമ്മുടെ നോക്കൂ, ഞാനടക്കം 12 പേരാണ് നമ്മുടെ ഈ ചർച്ചയിലുള്ളത്. ഈ 12 പേർക്ക് എങ്കിലും കുറച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൽ അതൊരു വിജയമാണ്, അല്ലേ? അപ്പൊ നമ്മള് ഓൺലൈൻ ക്ലാസ് എടുക്കുന്നു, നമ്മൾ ആരുടെ നിന്നും പൈസ ചോദിക്കുന്നില്ല. അതിൽ നമ്മൾ ഒരാൾ പങ്കെടുത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അവരെ നമ്മളെങ്ങനെ ബോധവൽക്കരിക്കും? അതൊക്കെ പാടാ, നമ്മൾ അങ്ങോട്ടൊന്നും കടന്ന് ആലോചിക്കണ്ട. ഇപ്പോൾ അംബുജാക്ഷൻ ചേട്ടനോ ഒരു കാര്യം മനസ്സിലായാൽ, നിങ്ങളൊരു പരാതി കൊടുത്താൽ, അംബുജാക്ഷൻ ചേട്ടനോ നിങ്ങളുടെ കുടുംബക്കാരോ നിങ്ങൾക്ക് വെൽവിഷറായ ആരെങ്കിലും പരാതി കൊടുത്താൽ 24 മണിക്കൂറിനോ FIR കിട്ടണമെന്നത് നിയമമാണ്. തിരിച്ചും നിങ്ങൾക്കെതിരെ ഒരു പരാതി ഉണ്ടെങ്കിലും 24 മണിക്കൂറിനോ FIR കിട്ടണമെന്ന് നിയമമുണ്ട്. 24 മണിക്കൂറാണ് FIRന്റെ കാലാവധി. ആ 24 മണിക്കൂർ കൊണ്ട് FIR നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ലീഗൽ പ്രാക്ടീഷണർ അഡ്വക്കറ്റിനെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ട്, അയാൾക്ക് ഫീസ് ആവശ്യമുണ്ടെങ്കിൽ ഫീസ് കൊടുത്ത് കാര്യങ്ങൾ ബോധ്യപ്പെടാം. ഫീസ് ഇല്ലാതെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആളാണെങ്കിൽ ഫീസ് ഇല്ലാതെ തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടുകൊണ്ട് അതിനനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അതിനുവേണ്ടി നമ്മുടെ ആൾക്കാര് നേതാക്കന്മാരായാൽ മാത്രം പോരാ, ഇതൊക്കെ കൈകാര്യം ചെയ്യാനും അറിയണ്ടേ? നമ്മുടെ ഇടയിൽ നമ്മുടെ ആൾക്കാർ എല്ലാ ദിവസവും സംഘടന ഉണ്ടാക്കി, എല്ലാ ദിവസവും നേതൃത്വ പരിശീലന ക്യാമ്പ് നടത്തുന്നവരാണ്. പക്ഷേ ഒരു പരാതി വന്നാൽ നമ്മൾ അപ്പോഴേ അടുത്ത പോലീസുകാരെയോ അടുത്ത വക്കീലിനെ പോയി കാണേണ്ട അവസ്ഥ വരത്തില്ലേ? അപ്പോൾ നമ്മൾ തന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നേരിട്ട് ചെയ്യാൻ കുറച്ച് പേരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യുന്ന പണി. ഓക്കെ, ശരി. അടുത്ത എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ, കാരണം എനിക്കിത് കുറച്ച് അറിയാവുന്നതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞ് പോയാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവണ്ടേ? അതുകൊണ്ട് ആ ചോദ്യം ചോദിക്കാൻ പറയുന്നത്. അംബുജാക്ഷൻ ചേട്ടന് സംശയം കഴിഞ്ഞുവെങ്കിൽ, ഇല്ലെങ്കിൽ അടുത്ത ചോദ്യം ചോദിക്കും. കേട്ടില്ല. ഗോപിച്ചേട്ടാ എന്തെങ്കിലും ചോദിക്കാണ്ട് ചോദിച്ചേ? ഇല്ല. രാഖി? സാറേ, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ പരിധിയിൽ വരുന്ന അധികാരങ്ങൾ സാർ പറഞ്ഞില്ലായിരുന്നു. അധികാരങ്ങളെന്ന് ഞാൻ പറഞ്ഞ് പെട്ടെന്നങ്ങ് പോയത്, കാരണം ഇത് വിശദീകരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചാൽ. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് ഒത്തിരി അധികാരങ്ങളുണ്ട്, ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടോ? എല്ലാം കിട്ടിയായിരുന്നു, പറഞ്ഞത് എഴുതി വെച്ചായിരുന്നു.
ശരി ശരി. അത് എക്സിക്യൂട്ടീവ് ഞാൻ എഴുതി ഹെഡിങ് ഇട്ടിട്ട് സാർ ഇല്ല ഞാനത് പറഞ്ഞില്ല, ഞാൻ സ്കിപ്പായി പോയത്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റന്മാർ അധികാരങ്ങളെന്ന് ഞാൻ പറഞ്ഞില്ല. അത് അത് എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ പറഞ്ഞിങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ പറഞ്ഞ് ബോറടിപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് വിട്ടുകളയുക കേട്ടോ. ഓക്കെ. അപ്പോൾ ഞാൻ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ അധികാരങ്ങൾ പറഞ്ഞുതരാം. വേറെ ക്വസ്റ്റ്യൻ ഉണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ വീഡിയോ ഓണാക്കാത്ത ഒരു സുകുമാരൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് കേട്ടോ. ഹലോ സുകുമാരൻ ചേട്ടാ, KV സുകുമാരൻ, എന്തെങ്കിലും ചോദിക്കാൻ പരിപാടിയുണ്ടോ? ആ വീഡിയോ ഒന്ന് ഓണാക്കി. മൈക്ക് ഓണാക്ക്, മൈക്ക് ഓണാക്ക്. വെറുതെ സംസാരിച്ച നമ്മൾ കേൾക്കുകയല്ലോ. മൈക്ക് ഓണാക്കി ചേട്ടാ. ഹലോ. ഒരു മിനിറ്റ്. രാജീവേ, ക്ലാസ് തുടങ്ങി 1 മണിക്കൂറായി. ഹലോ. ഞാൻ പുതിയൊരാളാണ്. എനിക്ക് എൻ്റെ ആദ്യത്തെ ഒരു 10 മിനിറ്റ് കേൾക്കാൻ പറ്റിയില്ല. ഒന്നുകൂടെ കയറി നോക്ക്. വേറെ ഇപ്പം 10 പേര്, ഞാനടക്കം 10 പേരുണ്ട് ക്ലാസ്സിൽ. അപ്പം റേഞ്ചിനൊരു പ്രശ്നവുമില്ല. നിങ്ങൾ ഒന്നുകൂടെ ട്രൈ ചെയ്യും. ഇപ്പം വേറെ ഐഡിയ അയക്കാൻ പറ്റത്തില്ലല്ലോ. സുകുമാരൻ ചേട്ടൻ പറ. ഞാനൊരു 10 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ഇത് വന്നത്. ഞാൻ 7:10 ക്ലാസ് തുടങ്ങി. നിങ്ങൾ വന്നതിന് ശേഷം ക്ലാസ് തുടങ്ങി. ഞാൻ പുതിയ ആളായതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനില്ല. കേട്ടൊക്കെ ഇന്നത്തെ പുതിയ ക്ലാസ്സാ, ആദ്യത്തെ ക്ലാസ്സാ. CRPC അട്രോസിറ്റീസ് ആക്ട് തീർന്നു. ശരി, ഓക്കെ. ഷീജ എന്തെങ്കിലും ചോദിക്കുന്നോ? ഷീജ പി. ശിവദാസൻ ചേട്ടാ എന്തെങ്കിലും ചോദിക്കുന്നോ? എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് പവർ അധികാരങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരു 4 പേരെയാണല്ലോ നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്നത്. കളക്ടർ, ആർഡിഒ, തഹസിൽദാർ, വില്ലേജ് ഓഫീസർ. ഇവർക്ക് എല്ലാവർക്കും ഒരേ തരത്തിലുള്ള അധികാരമായിരിക്കും അതോ പലതരത്തിലായിരിക്കും? അതുകൊണ്ടാണല്ലോ തട്ടായിട്ട് വെച്ചേക്കുന്നേ. അത് പറഞ്ഞുതരാം. ഓക്കെ, വിശദമായിട്ട് പറഞ്ഞുതരാം. അത് ഞാൻ ഓരോ വരിയും വായിച്ചു പറഞ്ഞുതരാം. കാരണം നമ്മൾ കൂടുതലും കോടതിയിലല്ലല്ലോ പോയി പരാതി കൊടുക്കല്. നമ്മൾ കൂടുതലും കളക്ടറേറ്റാണല്ലോ പോക്ക്, അല്ലേ? കളക്ടർ, ആർഡിഒ, തഹസീൽദാർ തലത്തിലാണ് നമ്മുടെ പോക്ക്. അതുകൊണ്ട് അത് പറഞ്ഞുതരാം. ശരി, ഓക്കെ. അപ്പോ നമ്മുടെ രാജേഷ് പാലക്കാട്. ഹലോ. എന്തേലും പറയുന്നു? ഇല്ല സാർ, ക്ലാസ് തുടങ്ങോ? അടുത്ത ആരാ? ഈ എസ്സിൽ വന്നേക്കുന്ന ആരാ? ഷിബു ആണോ? അദ്ദേഹത്തിന് വായിക്കാൻ പറ്റുന്നില്ല, വീഡിയോയും ഇല്ല. ഈ എസ്സിൽ വന്നേക്കുന്ന ആരാ? അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാണെങ്കിൽ പറഞ്ഞേ. ഇല്ല. പ്രഭാകരൻ എന്തെങ്കിലും പറയുന്നോ? നമ്മുടെ സുനിലായിരുന്നു അല്ലേ? സുനിലല്ലേ? നിങ്ങളുടെ വീഡിയോ ഇല്ല, എനിക്ക് ആളെ മനസ്സിലായില്ല. പ്രഭാകരൻ എന്തെങ്കിലും പറയുന്നോ? ഇല്ല. ശരി, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ നോട്ട് ചെയ്ത് വെച്ചോളൂ. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റന്മാർ സെക്ഷൻ 20 CRPC എഴുതിക്കോ. സെക്ഷൻ 20 CRPCയിലെ വകുപ്പ് ചോദിക്കട്ടെ? ചോദിച്ചോ. സാർ, നമ്മളിപ്പോഴേ ഇൻ കേസ് ഒരു ആവശ്യത്തിന് ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഒരു ഓഫീസിലോ പോയി അവിടെ നമ്മളിപ്പോ ഒരു തർക്കം ഉണ്ടായാൽ, ഇൻ കേസ് ഒരു തർക്കം ഉണ്ടായി, അപ്പം അതൊരു ചിലപ്പോൾ പോലീസ് കേസിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ എടുക്കേണ്ട എന്താണ്? അങ്ങനെ ആയി ഇൻ കേസ് അങ്ങനത്തെ ഒരു തർക്കത്തിലോട്ട് എത്തിയാൽ, ഇപ്പൊ അവര് കേസ് മൂവ് ചെയ്താൽ ആ സമയത്ത് നമ്മൾ അടുത്ത എന്ത് ചെയ്യണം? ഉദാഹരണം, നമ്മൾ കൊടുക്കുന്ന കേസ് പോലീസ് സ്റ്റേഷനിലാണ് കൊടുക്കുന്നതെന്ന് കരുതുക. നിങ്ങളുടെ സ്ഥലം പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നു.
അവര് ശരിയായ രീതിയിൽ ആ കേസ് അന്വേഷിക്കുന്നില്ല. ഇതാണല്ലോ ഒരു തർക്ക കാരണം. അല്ലെങ്കിൽ അവർ മൃദുവായ വകുപ്പുകൾ ചേർക്കുന്നു, അതും ഒരു തർക്ക കാരണമാണ്. അല്ലെങ്കിൽ കേസ് എടുക്കുന്നതേ ഇല്ല. 3 തർക്കമാണുള്ളത്. വേറെ ഉണ്ടോ? ഇല്ല. ഈ 3 സാഹചര്യമാണ്. ഒന്ന്, കേസ് എടുക്കുന്നില്ല എങ്കിൽ ആ കാര്യം നേരെ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് SP-ക്ക് രജിസ്റ്റേർഡ് തപാലിൽ അയക്കാവുന്നതാണ് വിത്ത് അക്നോളജ്മെന്റ് ഡ്യൂ. 1. 2, സ്ഥലം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായി നിങ്ങൾക്ക് എഴുതി കൊടുക്കാൻ പറ്റുമെങ്കിൽ കോടതി 11 മണിക്കാണ് കൂടുക. 11 മണിക്ക് കോടതി കയറി മജിസ്ട്രേറ്റ് അവിടെ ഇരിക്കുമ്പോൾ ബെഞ്ച് ക്ലർക്ക് എഴുന്നേറ്റ് നിന്നിട്ട് ചോദിക്കും, സങ്കടം ബോധിപ്പിക്കാനുണ്ടോ എന്ന് ചോദിക്കും. ഇല്ലെങ്കിൽ അന്യായം ബോധിപ്പിക്കാനുണ്ടോ എന്ന് ചോദിക്കും. ഇത് പറയണം. അപ്പോൾ വക്കീലിനെ കാണാൻ പൈസ ഇല്ലാത്തവർ, അത്രത്തോളം സാമ്പത്തികമായി ഇല്ലാത്തവർ, അല്ലെങ്കിൽ വക്കീലിനെ കാണാൻ സമയമില്ല, താല്പര്യമില്ല, അങ്ങനെയുള്ളവർക്ക് അവരുടെ ഗ്രീവൻസ്, അവരുടെ പരാതി എഴുതി നേരിട്ട് മജിസ്ട്രേറ്റിനെ കൊടുക്കാവുന്നതാണ്. അതിന് സ്റ്റാമ്പ് ഒട്ടിക്കണമെങ്കിൽ ഇത്ര രൂപ സ്റ്റാമ്പ് ഒട്ടിച്ചുകൊണ്ട് പോകാന്നൊക്കെ പറയും. അങ്ങനെ നിങ്ങളൊരു പരാതി മജിസ്ട്രേറ്റിന് എഴുതി കൊടുത്താൽ നിങ്ങളോട് പറയും, അപ്പം പറയത്തില്ല ശരി റോൾ കോൾ കഴിഞ്ഞിട്ട് വിളിക്കാന്ന് പറയും. റോൾ കോൾ കഴിഞ്ഞിട്ട് നിങ്ങളെ വിളിക്കും, കൂട്ടിനകത്തോട് കയറ്റി നിർത്തും. ആ സംഭവം കണ്ട സാക്ഷികൾ ഉണ്ടോ എന്ന് ചോദിക്കും. ഇല്ലെങ്കിൽ സാക്ഷികളെയും കൂടെ കൂട്ടിക്കൊണ്ടുവരാൻ ഒരു ദിവസം തരും. എന്നിട്ട് നിങ്ങളെയും സാക്ഷികളെയും കൂട്ടിക്കയറ്റി നിർത്തി മജിസ്ട്രേറ്റ് തന്നെ ക്രോസ് ചെയ്യും. അങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ മജിസ്ട്രേറ്റിന് തോന്നുന്നു അത് കേസെടുക്കാവുന്നതാണ് എങ്കിൽ, അതിനാണ് നമ്മൾ മുമ്പേ കംപ്ലൈന്റ് എന്ന് പറയുന്നത്. ഒരു കംപ്ലൈന്റ് നമ്മൾ ഫയൽ ചെയ്യുന്നു, അതിനെ പ്രൈവറ്റ് കംപ്ലൈന്റ് എന്ന് പറയും. സെക്ഷൻ 190 സബ്ക്ലോസ് 1 എഴുതി വെച്ചോ. സെക്ഷൻ 190 സബ്ക്ലോസ് 1 സബ്ക്ലോസ് 1 പ്രകാരം പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുക്കാവുന്നതാണ്. ആ പ്രൈവറ്റ് കംപ്ലൈന്റും നേരിട്ട് നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിലേക്കോ, അല്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകം എഴുതണം, ഇന്ന പോലീസ് സ്റ്റേഷനിൽ ഞാൻ പരാതി കൊടുത്തിട്ട് അന്വേഷിക്കുന്നില്ല, ആ പോലീസ് സ്റ്റേഷൻ പരിധിയിലില്ലാത്ത ഉയർന്ന മറ്റൊരു പോലീസുകാരനെ കൊണ്ട് സ്വതന്ത്രമായ അന്വേഷണം നടത്തണമെന്ന് അവിടെ എഴുതി വെച്ചാൽ, അവിടെ അന്വേഷിക്കുന്നതിന് വേണ്ടി അപ്പൊ തന്നെ ഒരു വക്കീലിനെ ഡെപ്യൂട്ടി ചെയ്ത് തരും. വക്കീൽ അന്വേഷിക്കാൻ അറിയാമല്ലോ. മജിസ്ട്രേറ്റിന്റെ ഉത്തരവുണ്ടെങ്കിൽ വക്കീൽ അന്വേഷിക്കാം കേസ്. മജിസ്ട്രേറ്റിന് ഉത്തരവുണ്ടെങ്കിൽ പോലീസുകാരനല്ലാത്ത ആർക്കും കേസ് അന്വേഷിക്കാം. അത് നമ്മൾ പഠിക്കും. അതുകൊണ്ടാണ് നമ്മൾ CRPC പഠിക്കാൻ തയ്യാറായത്. അപ്പോൾ ആർക്കും കേസ് അന്വേഷിക്കാം. മജിസ്ട്രേറ്റിന്റെ വാറണ്ട് വേണമെന്നേ ഉള്ളൂ. വാറണ്ട് അണ്ടർ ഹിസ് ഹാൻഡ്, റൈറ്റിംഗ് ആൻഡ് സൈൻഡ് ബൈ ഇമ്പോസിംഗ് ദ സീൽ ഓഫ് ദ കോർട്ട്. ഇത്രയും സാധനം ഉണ്ടെങ്കിൽ പോലീസുകാരൻ വേണ്ട അന്വേഷിക്കാൻ. പക്ഷെ നമുക്ക് അന്വേഷിക്കാനേ പറ്റൂ, അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അറസ്റ്റും കൂടി ആവശ്യമുള്ള സ്ഥലത്തുമാണ് പോലീസുകാരനെ ഡെപ്യൂട്ടി ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അപ്പൊ കംപ്ലൈന്റ് കൊടുത്തു, എൻക്വയറി വന്നു. അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ ഇല്ല, പോലീസ് നടത്തുന്നതാണ് ഇൻവെസ്റ്റിഗേഷൻ. എൻക്വയറി നടത്തുന്നു, എൻക്വയറി അടിസ്ഥാനത്തിൽ FIR ഫയൽ ചെയ്യുന്നു. അപ്പോൾ FIR ഫയൽ ചെയ്ത് അന്വേഷണം നടത്തേണ്ട സാഹചര്യം വരുമ്പോൾ ഈ പോലീസ് അന്വേഷിച്ചാലും പ്രൈവറ്റ് പാർട്ടി അന്വേഷിച്ചാലും അയാളെ മാറ്റി നിർത്തിക്കൊണ്ട് ഉന്നത പോലീസ് അധികാരിക്ക് എന്ത് ചെയ്യും? അയച്ചു കൊടുക്കും. അയാൾ അന്വേഷിച്ചിട്ട് കേസുമായി പ്രൊസീഡ് ചെയ്ത് പോകും, മുമ്പോട്ട് പോകും. പോലീസുകാർ കേസെടുത്തില്ല എന്ന് വിചാരിച്ച് കേസ് അന്വേഷണം നടത്താതെ പോകത്തില്ല. ഞാൻ ഈ എറണാകുളത്ത് ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് കംപ്ലൈന്റ് ഫയൽ ചെയ്ത ഒരാൾ ഞാനാണ്. കാരണം നമ്മുടെ ആൾക്കാർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി പറഞ്ഞാൽ അവരെടുക്കത്തില്ലല്ലോ. ഇല്ല, അവരിങ്ങനെ പലരെയും വിളിച്ച് അറിഞ്ഞിട്ട് അവർ എൻ്റെ അടുത്ത് വരും. എൻ്റെ അടുത്ത് വരുമ്പോഴത്തേന് 14 ദിവസം കഴിയും. 14 ദിവസം കഴിഞ്ഞിരിക്കും. 14 ദിവസം കഴിയുമ്പോഴേക്കും കേസിന്റെ എന്ത് പോകും? പവർ അങ്ങ് പോകും. പിന്നെ നമ്മൾ പറയും നമ്മൾ ഇന്നടത്ത് അന്വേഷിച്ചു, അവിടെ അന്വേഷിച്ചു, ഇവിടെ അന്വേഷിച്ചു, ഇങ്ങനെ നടന്നപ്പോഴേക്കാണ് സമയം പോയത്. അതുകൊണ്ട് സത്യസന്ധമായ പരാതിയാണ്, നമ്മൾ സാക്ഷികളെ കൊണ്ടുവന്നിട്ടുണ്ട്, അവരെ വിസ്തരിക്കാം, സാക്ഷികളെ കൂട്ടിക്കയറ്റി നിർത്താൻ നമ്മൾ റെഡിയാണ്,
കക്ഷിയെ കൂട്ടിക്കയറ്റി നിർത്താൻ നമ്മൾ റെഡിയാണെന്നൊക്കെ പറയുമ്പോഴത്തേന് എന്ത് ചെയ്യും? മജിസ്ട്രേറ്റ് കോടതി കേസെടുക്കും. ഷീജാപ്പിയുടെ സംശയം വന്നിട്ടുണ്ട്. നമ്മൾ പോലീസിൽ പരാതി കൊടുത്താൽ കുത്തിക്കൊല്ലാൻ വന്നവന്റെ പേരിൽ കേസെടുക്കണമെന്ന് പരാതി SP-ക്ക് കൊടുത്താൽ അവിടെ ഒരു സിവിൽ കേസ് ഉണ്ടെന്ന് പറഞ്ഞ് ആ കേസ് എടുക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. സിവിൽ കേസ് വേറെയും ക്രിമിനൽ കേസ് വേറെയുമാണ്. ഒരേ വിഷയത്തിൽ തന്നെ സിവിൽ കേസും ക്രിമിനൽ കേസും ഉണ്ടാകും. പ്രത്യേകിച്ചും ഭൂമി തർക്കം സിവിൽ കേസായിട്ടും ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട് തല്ലുണ്ടായാൽ അത് ക്രിമിനൽ കേസായിട്ടുമാണ് എടുക്കുന്നത്. ബഹുഭൂരിപക്ഷം ക്രിമിനൽ കേസ് ഒറിജിനേറ്റ് ചെയ്യുന്നത് സിവിൽ കേസിൽ നിന്നാണ്. പണം കടം കൊടുത്തു, സിവിൽ കേസാണ്. പണം കടം കൊടുത്തതുമായി ബന്ധപ്പെട്ട് തല്ലുണ്ടായി, അത് ക്രിമിനൽ കേസാണ്. ഓക്കെ, തല്ലുണ്ടായി അല്ലെങ്കിൽ ഒരാളെ അപായപ്പെടുത്തി കൊന്നു, അതെന്താണ്? ക്രിമിനൽ കേസാണ്. സിവിൽ കേസും ഒരേ സംഭവത്തിന് സിവിൽ കേസും ക്രിമിനൽ കേസും നടത്താറുണ്ട്, അങ്ങനെ നടക്കലുണ്ട്. അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ കൃത്യമായി ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ, അതിൻ്റെ പുറകിൽ നിന്ന് മാറാതെ ആ വിഷയമായി അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് കഴിയണം. അത് ലീഗൽ വക്കീൽ തന്നെ വേണമെന്നില്ല. നമ്മളോടൊപ്പം ഈ വിഷയവുമായി സഹകരിക്കുന്ന ആരെങ്കിലും കൊണ്ട് SP ഓഫീസിൽ പോകണം. SP ഓഫീസിൽ പോയി ആ കേസ് അവരെടുത്തില്ല എങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പട്ടികജാതിക്കാരനും എതിർഭാഗത്ത് പട്ടികജാതിക്കാരനല്ലാത്തവരുമാണ് എങ്കിൽ ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻസ് കോടതിയിലും അല്ലെങ്കിൽ സ്പെഷ്യൽ കോടതിയിലും, രണ്ടുപേരും പട്ടികജാതിക്കാരാണെങ്കിൽ അത് മജിസ്ട്രേറ്റ് കോടതിയിലും കേസ് കൊടുക്കാവുന്നതാണ്. എങ്ങനെ? പ്രൈവറ്റ് കംപ്ലൈൻ്റ് ആയിട്ട്. ഓക്കെ, അതാണ് ഷീജ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ മറുപടി. വേറെ ക്വസ്റ്റ്യൻ ഉണ്ടോ? ഒരു ക്വസ്റ്റ്യൻ പെൻഡിങ് നിൽപ്പുണ്ട്. രാഖി ചോദിച്ച ക്വസ്റ്റ്യനും നമ്മുടെ ശിവദാസൻ ചേട്ടൻ ചോദിച്ച ക്വസ്റ്റ്യനും പെൻഡിങ് നിൽക്കുകയാണ്. അതിൻ്റെ മറുപടി പറഞ്ഞില്ല. അത് ഇന്ന് മറുപടി തീരത്തില്ല കേട്ടോ. 1 മണിക്കൂറൊന്നും പോരാ എൻ്റെ മറുപടി പറയാൻ. മജിസ്ട്രേറ്റിന്റെ അധികാരത്തെ കുറിച്ചല്ലേ ചോദ്യം? എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ. പറ, അടുത്ത ക്വസ്റ്റ്യൻ. സാറ്, ഇപ്പം എനിക്ക് നമ്മളൊരു കോടതിയിലെ കേസ് വന്നു. അപ്പം എന്തെങ്കിലും കേസിൽ നമ്മുടെ വക്കീല് അതിന് ഒരു വ്യക്തമായ മറുപടി കൊടുത്തില്ല, പക്ഷെ നമുക്ക് ആ മറുപടി ഉണ്ട് നമ്മുടെ കയ്യിൽ. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ഇന്റർഫിയർ ചെയ്ത് സംസാരിക്കാനും വക്കീലിന് വക്കാലത്തുള്ളിടത്തോളം കാലം നമ്മൾ കയറി സംസാരിക്കാൻ കോടതി അനുവദിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വക്കീലിന് വിശ്വാസക്കുറവുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ വിശ്വാസം ഇല്ലാത്ത വക്കീലിനെ മാറ്റി വിശ്വാസമുള്ള വേറൊരാളെ കാണുക. പേപ്പർ തിരിച്ചു മേടിക്കുക. ഞങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ റിലിംഗ്വിഷ്മെന്റ് ഓഫ് വക്കാലത്ത് എന്ന് പറയും. ലീഗൽ ഫീൽഡിൽ അതൊരു വലിയ സംഭവമൊന്നുമല്ല. വക്കാലത്ത് തിരിച്ചു മേടിച്ച് വേറെ ഒരാൾ വക്കീലിന് കേസ് ഏൽപ്പിക്കുന്ന ഒരു വലിയ സംഭവമൊന്നുമല്ല. അത് സാധാരണ നടക്കുന്നതാണ്. ആ വലിയ കാര്യമൊന്നുമല്ല. കേസ് തിരിച്ച് പിൻവലിച്ചാല് മറ്റേ വക്കീലന്മാരത് കേസ് ഏറ്റെടുക്കും. അങ്ങനെ പിന്നെ ഞാനങ്ങനെ എത്രയോ കേസ് എടുത്തേക്കുന്നത്, എൻ്റെ കയ്യിൽ നിന്ന് എത്രയോ കക്ഷികൾ മേടിച്ചോണ്ട് പോയേക്കുന്നു. അതിലൊന്നും കാര്യമൊന്നുമില്ല. പൈസ വേണമെന്നുള്ളൊരു കേസ് എടുക്കും, അത്ര. ശരി, അടുത്ത വേറെ ക്വസ്റ്റ്യൻ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ രാഖിയുടെയും ശിവദാസൻ ചേട്ടൻ്റെയും ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അത് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം, കുറച്ച് ഭാഗം കൂടുതലുണ്ട്. സെക്ഷൻ 20 എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റന്മാർ. ഇനി നമ്മൾ അട്രോസിറ്റീസ് ആക്ട് പറഞ്ഞതുപോലെ വായിച്ച് പഠിപ്പിക്കുകയാണ്. അത് സമയമെടുക്കും. എനിക്ക് മൈക്ക് ഓണാക്കാൻ കഴിയുന്നില്ല. ആരാണാവോ? പ്രഭാകരൻ ചേട്ടൻ. എനിക്ക് മൈക്ക് ഓണാക്കാൻ കഴിയുന്നില്ല. കളക്ടറുടെ അധികാരങ്ങൾ, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. പ്രഭാകരൻ ചേട്ടനും കൂടി വേണ്ടിയാണ് പറയുന്നത്. മൈക്ക് ഓണാക്കാൻ കഴിയുന്നില്ല. കളക്ടറുടെ അധികാരങ്ങളിൽ അട്രോസിറ്റീസ് ആക്ട് പറഞ്ഞിരുന്നു, കേട്ടിരുന്നു? അട്രോസിറ്റീസ് ആക്ട് പഠിച്ചപ്പോൾ കളക്ടറുടെ അധികാരങ്ങളെ കുറിച്ച് നമ്മൾ വിശദമായി അവിടെ പറഞ്ഞായിരുന്നു. ഓക്കെ, എങ്കിലും നമ്മൾ ഇവിടെ ഒന്നുകൂടെ പറയാം. കളക്ടറുടെ അധികാരം അവിടെ നമ്മൾ അട്രോസിറ്റീസ് ആക്ട് പ്രകാരമുള്ള കളക്ടറുടെ അധികാരമാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ പറയുന്നത് CRPC പ്രകാരമുള്ള അധികാരമാണ്. ഓക്കെ, നോക്കൂ. സെക്ഷൻ 20(1) അട്രോസിറ്റീസ് ആക്ട് പഠിപ്പിച്ചപ്പോഴും നമ്മൾ 20(1), 22 എന്നൊക്കെ പറഞ്ഞാൽ പഠിപ്പിച്ചത്. 20(1) ഓരോ ജില്ലയും ഓരോ മഹാനഗര പ്രദേശത്തും സ്റ്റേറ്റ് ഗവൺമെന്റിന് അതിന് യുക്തമെന്ന് തോന്നുന്ന ആളുകളെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റന്മാരായി നിയമിക്കാവുന്നതും അവരിൽ ഒരാളെ ജില്ലാ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആക്കാവുന്നതുമാണ്. ഒരു ജില്ലയിൽ അല്ലെങ്കിൽ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ
ഒത്തിരി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റന്മാരെ സർക്കാരിന് വെക്കാം, ഒരാളെ ജില്ലാ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആക്കാം. ഒത്തിരി IAS വെക്കാം, ഒരാളെ കളക്ടറാക്കാം. ഇതാണ് എൻ്റെ അർത്ഥം. അടുത്തത് 22. സ്റ്റേറ്റ് ഗവൺമെന്റ് ഏതെങ്കിലും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ അഡീഷണൽ ജില്ലാ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആക്കാവുന്നതും അങ്ങനെ മജിസ്ട്രേറ്റിന് നിയമസംഹിതയുടെ കീഴിൽ തത്സമയം പ്രാബല്യത്തിലുള്ള മറ്റേതെങ്കിലും നിയമത്തിന്റെ കീഴിലോ ജില്ലാ മജിസ്ട്രേറ്റിനുള്ള അധികാരങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റിന് നിർദ്ദേശിക്കാവുന്നതാണ്. അപ്പോൾ ഒരാളെ കളക്ടറാക്കാവുന്നതാണ്, ഒന്നിലധികം പേരെ അഡീഷണൽ കളക്ടർമാരാക്കാവുന്നതാണ്. അങ്ങനെ കളക്ടർമാരുടെ അധികാരങ്ങൾ എന്തു ചെയ്യും? സ്റ്റേറ്റ് ഗവൺമെന്റ് ഓരോ വർഷവും നോട്ടിഫിക്കേഷൻ പ്രകാരം പ്രസിദ്ധീകരിക്കുന്നതാണ് എന്നാണ് 20(2) പറഞ്ഞിട്ടുള്ളത്. 23. ഒരു ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഉദ്യോഗം ഒഴിവാകുന്നതിന്റെ ഫലമായി ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ജില്ലയിൽ ഭരണത്തിന്റെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റായി തുടരേണ്ടതും ജില്ലാ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് നൽകിയിട്ടുള്ള എല്ലാ അധികാരങ്ങളും അയാൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്തുവാ പറഞ്ഞേ? കളക്ടർ ലീവിലാണെങ്കിൽ അഡീഷണൽ കളക്ടർമാരിൽ ഒരാൾക്ക് ചുമതല കൊടുക്കുകയും അദ്ദേഹം അത് നിർവഹിക്കുകയും ചെയ്യണം. 24. സംശയം ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചേക്കണം. കാരണം ഇത് ഒരു എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ സ്പീഡിൽ അങ്ങ് പറഞ്ഞു പോവാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ചുമതല ഏൽപ്പിക്കേണ്ടതും അദ്ദേഹം ചാർജിൽ നിന്നും വിമുക്തമാകുന്നതിനെ സംബന്ധിച്ച് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനെ അറിയിക്കേണ്ടതുമാണ്. ഈ ഒന്നിലധികം IAS ഒരാളെ കളക്ടറാക്കാം. കളക്ടർ അവധിയിൽ പോയാൽ വേറൊരാൾക്ക് ചുമതല കൊടുക്കണം. അതിലെ ഒരാളെ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ആക്കാം, ഒരാളെ അല്ല ഒന്നിലധികം പേരെ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ആക്കാം. സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ഒഴിഞ്ഞു പോവുകയാണ് എങ്കിൽ അയാൾക്ക് അധികാരം കൊടുക്കണം എന്നാ പറഞ്ഞത്. പിന്നെ സാമാന്യമായോ പ്രത്യേകമായോ ഉത്തരവുകൾ വഴിയും ചുമത്തുന്നതിന് ഉചിതമെന്ന് തോന്നുന്ന വകുപ്പുകൾ അദ്ദേഹത്തിന് CRPC പ്രകാരമുള്ള വകുപ്പുകൾ അദ്ദേഹത്തിന് ഉപയോഗിക്കാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ ജുഡീഷ്യൽ അധികാരത്തിൽ പെടാത്ത വകുപ്പുകൾ എക്സിക്യൂട്ടീവ് അധികാരത്തിൽ പെടുന്ന വകുപ്പുകളെല്ലാം ഉപയോഗിക്കാം. താഴോട്ട് പറയുന്നുണ്ട്, അത് ഏതൊക്കെയാണെന്ന് ചോദ്യം ഇപ്പോൾ വേണ്ട. ഈ വകുപ്പ് യാതൊന്നും ഒരു മഹാനഗര പ്രദേശം, പിന്നെ നമ്മൾ പറയുന്നത് ഒരു മഹാനഗര പ്രദേശത്ത് എന്ന് പറഞ്ഞാൽ മെട്രോപൊളിറ്റൻ സിറ്റി പോലെയുള്ള സ്ഥലങ്ങളിൽ ഒരു IPS കാരനെ വേണമെങ്കിലും ഈ ചുമതല ഏൽപ്പിക്കാം. ഏത് ചുമതല? അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ ചുമതലയോ അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ ചുമതലയോ ഒരു IPS കാരനെ വേണമെങ്കിലും ഏൽപ്പിക്കാവുന്നതാണ്. സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാർ സ്റ്റേറ്റ് ഗവൺമെന്റിന് യുക്തമെന്ന് തോന്നുന്ന കാലത്തേക്ക് പ്രത്യേക പ്രദേശങ്ങളിലേക്കോ ചുമതല നിർവഹിക്കുന്നതിനായി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരെ നിയമിക്കാവുന്നതും അവർ സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാർ എന്നറിയപ്പെടുന്നതും അവർ സ്റ്റേറ്റ് ഗവൺമെന്റ് യുക്തമെന്ന് തോന്നുന്ന അധികാരങ്ങൾ ഉപയോഗിക്കാം. സ്റ്റേറ്റ് ഗവൺമെന്റ് എന്തൊക്കെ അധികാരങ്ങൾ കൊടുക്കുക അതൊക്കെ ചെയ്യാം എന്നാ പറഞ്ഞു. പിന്നെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ തദ്ദേശ അധികാരങ്ങൾ നോക്കൂ. സ്റ്റേറ്റ് ഗവൺമെന്റ് നിയന്ത്രണത്തിന് വിധേയമായി ജില്ലാ മജിസ്ട്രേറ്റ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റന്മാരിൽ ഈ നിയമത്തിന് കീഴിൽ വിനിയോഗിക്കപ്പെടുന്ന എല്ലാ അധികാരങ്ങളും അവർക്ക് പ്രയോഗിക്കാവുന്നതാണ്. എല്ലാ അധികാരങ്ങളും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കളക്ടർ അല്ലെങ്കിൽ RDO റവന്യൂ തലത്തിൽ എന്ത് ചെയ്യണമെന്നോ ക്രിമിനൽ തലത്തിൽ എന്ത് ചെയ്യണമെന്നോ ലിസ്റ്റ് ഇവിടെ നിലവിൽ കൊടുത്തിട്ടില്ല. അടുത്ത നോക്കൂ. അങ്ങനെയുള്ള നിർവചനം വ്യവസ്ഥ ചെയ്യുന്ന വിധത്തിലൊഴികെ ഓരോ മജിസ്ട്രേറ്റിനെ അധികാരത്തെയും ജില്ല മുഴുവൻ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ജില്ലാ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ അധികാരം ജില്ല മുഴുവൻ ഉണ്ട്. ജില്ല മുഴുവൻ അധികാരമുള്ള ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ പേര് പറഞ്ഞേ. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണ് ജില്ല മൊത്തം അധികാരമുള്ള മജിസ്ട്രേറ്റ്. ജില്ല മൊത്തം അധികാരമുള്ള മജിസ്ട്രേറ്റ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണ്. ജില്ല മൊത്തം അധികാരമുള്ള മറ്റൊരു മജിസ്ട്രേറ്റ് ആരാണ്? കളക്ടറാണ്. ജില്ലാ മജിസ്ട്രേറ്റിന് അദ്ദേഹത്തിന്റെ കീഴിലുള്ള എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റന്മാരുടെ ഇടയിൽ പ്രവൃത്തി വീതിച്ചു കൊടുക്കാവുന്നതാണ്. ജില്ലാ കളക്ടർ RDOമാരെ വിളിക്കും, അല്ലെങ്കിൽ സ്പെഷ്യൽ മജിസ്ട്രേറ്റന്മാരെ വിളിച്ചിട്ട് ജോലി വീതിച്ചു കൊടുക്കാവുന്നതാണ്. അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ പ്രവൃത്തി തരംതിരിച്ചു വെക്കുകയും ഇത് സംബന്ധിച്ച നിയമസംഹിതകൾ ചട്ടങ്ങൾ എല്ലാം ഗവൺമെന്റ് ഉത്തരവ് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റന്മാരുടെ അധികാരത്തെക്കുറിച്ച് ലിസ്റ്റ് പറഞ്ഞിട്ടില്ല.
CRPC-യിൽ പറയുന്നതും IPC-യിൽ പറയുന്നതും എന്ന് മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. CRPC-യിൽ പറയുന്നതും IPC-യിൽ പറയുന്നതും സർക്കാർ ഉത്തരവുകൾ അനുസരിച്ചും അത് ഭരണഘടനയുടെ 375 ഒരു കാര്യം പറയുന്നുണ്ട്. ഓൾ മജിസ്ട്രേറ്റ്, സിവിൽ ഓർ ക്രിമിനൽ ഓർ ജുഡീഷ്യൽ or all government employees drawing salary from the state or central treasury is bound by obey all the provisions of the constitution എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നിലവിൽ സംസ്ഥാനത്ത് നിലവിലുള്ള എല്ലാ അധികാരങ്ങളും, റവന്യൂ അധികാരങ്ങളും സിവിൽ അധികാരങ്ങളും ക്രിമിനൽ അധികാരങ്ങളും മജിസ്ട്രേറ്റിന് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് ഉപയോഗിക്കാം എന്നാ പറഞ്ഞത്. ഇവിടെ ലിസ്റ്റ് കൊടുത്ത് ഇന്ന 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 പണികൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. നിലവിലുള്ള നിയമത്തിനകത്ത് നിന്നുകൊണ്ട് എന്ത് അധികാരവും കളക്ടർക്ക് ഉപയോഗിക്കാം. അത് CRPC പ്രകാരമുള്ള അധികാരം ഉപയോഗിക്കാം, CPC പ്രകാരമുള്ള അധികാരം ഉപയോഗിക്കാം, റവന്യൂ ആക്ട് പ്രകാരമുള്ള അധികാരം ഉപയോഗിക്കാം, IPC പ്രകാരമുള്ള അധികാരം ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. അത് 20 മുതൽ 23 വരെയാണ് പറഞ്ഞിട്ടുള്ളത്. 24 പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. അത് പറയണോ രാഖി? ഇത്രമേ പറഞ്ഞിട്ടുള്ളൂ. പബ്ലിക് പ്രോസിക്യൂട്ടർ പറയണോ? വേണമെന്നില്ല. അതാ ഞാൻ മറച്ചങ്ങ് വിട്ടുകളഞ്ഞത്. പ്രോസിക്യൂഷൻ ഡയറക്ടറേറ്റ് കോടതിയുടെ അധികാരം നമ്മൾ പറഞ്ഞു. മജിസ്ട്രേറ്റന്മാർക്ക് പാസ്സാക്കാവുന്ന ശിക്ഷകൾ അതും കൂടെ പറയാം പോരെ? മജിസ്ട്രേറ്റന്മാർക്ക് പാസ്സാക്കാവുന്ന ശിക്ഷകൾ. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്ക് മരണശിക്ഷയോ ജീവപര്യന്ത തടവോ 7 വർഷത്തിൽ കവിയാത്ത കാലത്തേക്കുള്ള ശിക്ഷയോ നിയമപ്രകാരം നൽകുവാൻ പാസ്സാക്കാവുന്നതാണ്. ഏതൊക്കെയാ? മജിസ്ട്രേറ്റ് കോടതിക്ക് മരണശിക്ഷ പാസ്സാക്കാൻ പറ്റില്ല, ജീവപര്യന്തം കഠിന തടവ് പാസ്സാക്കാൻ പറ്റില്ല, 7 വർഷത്തിൽ കൂടുതലുള്ള ഒരു ശിക്ഷയും പാസ്സാക്കാൻ പറ്റില്ല. അതിന് താഴെയുള്ള ശിക്ഷകൾ ഇത് കളക്ടറെ കുറിച്ചല്ല പറയുന്നത്, ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് പാസ്സാക്കാം. എത്ര? 7 വർഷത്തിന് താഴെയുള്ള ഏത് ശിക്ഷയും പാസ്സാക്കാം. ആർക്കാ? ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്. CJM എന്ന് ഞങ്ങൾ പറയും. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി, CJM. അടുത്തത് 1ാം ക്ലാസ് മജിസ്ട്രേറ്റിന് കോടതിക്ക് 3 വർഷത്തിൽ കവിയാത്ത കാലത്തേക്ക് തടവ് ശിക്ഷയ്ക്കോ 10,000 രൂപയിൽ കവിയാത്ത പിഴ ശിക്ഷയ്ക്കോ 2നും കൂടിയോ ഉള്ള ശിക്ഷ പാസ്സാക്കുന്നതാണ്. ആർക്കാ? 1ാം ക്ലാസ് മജിസ്ട്രേറ്റിന്. ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്ത് ചെയ്യാം? 3 വർഷത്തിൽ കവിയാത്ത ശിക്ഷ വിധിക്കാം, 10,000 രൂപയിൽ കവിയാത്ത പിഴയും കൊടുക്കാം, 2ഉം കൂടിയോ കൊടുക്കാം. സംശയമുള്ളവർ നോട്ട് ചെയ്ത് വെച്ചാൽ ഒന്നുകൂടെ പറയുന്നതായിരിക്കും. അപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസെങ്കിൽ പരമാവധി ശിക്ഷ 3 വർഷമേ കിട്ടും, പരമാവധി ഫൈൻ 10,000 രൂപയും. അപ്പോൾ നമ്മൾ ചെല്ലുന്ന ലീഗൽ പ്രാക്ടീഷണർമാർ എന്തെങ്കിലും എടുത്ത് പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കുകയാണെങ്കിൽ 29(2) CRPC-യിൽ ഒരു ചെറിയ പുസ്തകം മേടിച്ചുകൊണ്ട് പോയി വായിച്ചു നോക്കണം. 29(2). പിന്നെ 29(3) 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്ക് 1 വർഷത്തിൽ കവിയാത്ത ഒരു കാലത്തെ തടവ് ശിക്ഷയ്ക്കോ 10,000 രൂപയിൽ കഴിയാത്ത പിഴയ്ക്കോ 2നും കൂടിയോ ഉള്ള ശിക്ഷ വിധിക്കാവുന്നതാണ്. ഇപ്പോൾ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ പരമാവധി ശിക്ഷ 3 വർഷമാണ്. അപ്പോൾ 1 വർഷത്തേക്ക് വിധിക്കാം. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇല്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മളെ പിഴ അടിക്കും. നമ്മൾ പിഴ അടയ്ക്കില്ല, നമ്മളിങ്ങി വീട്ടിൽ പോരും. എന്നാൽ എന്ത് ചെയ്യാം? അതാണ് ഇനി ഉള്ളത്. എന്ത് നോക്കിക്കോ, പിഴയ്ക്ക് വീഴ്ചയ്ക്ക് തടവ് ശിക്ഷയാണ് ശിക്ഷാവിധി. മജിസ്ട്രേറ്റ് കോടതിക്ക് പിഴ കൊടുക്കുന്നതിൽ വീഴ്ചയ്ക്ക് നിയമം പ്രാധികാരം നൽകുന്ന കാലത്തെ തടവ് ശിക്ഷ നൽകാവുന്നതാണ്. അപ്പോൾ നമുക്ക് 10,000 രൂപ പിഴ അടച്ചു, ഞാൻ ഇന്ന് അടച്ചേക്കാമെന്ന് പറഞ്ഞു. നമ്മൾ അപ്പുറത്തെ വാതിലിൽ കൂടെ ഇറങ്ങി വീട്ടിൽ പോയിരുന്നു, പൈസ അടച്ചില്ല. എന്ത് ചെയ്യും?
20-ാം വകുപ്പിന് കീഴിൽ മജിസ്ട്രേറ്റിന് അധികാരത്തിന്റെ പരിധിയിൽ കവിയാത്തതോ 20-ാം വകുപ്പിൽ എന്താ പറഞ്ഞേക്കുന്നത്? 10,000 രൂപ വരെ പിഴ അടപ്പിക്കാം. അങ്ങനെയുള്ള ശിക്ഷാവിധിയുടെ കാലത്തിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? 3 വർഷത്തിൽ കവിയാത്ത രീതിയിൽ തടവ് ശിക്ഷ കൊടുക്കാം. മജിസ്ട്രേറ്റ് കോടതിക്ക് പരമാവധി എത്ര വർഷം കൊടുക്കാം? 3 വർഷം. അപ്പോൾ 10,000 രൂപ പിഴ അടച്ചില്ലെങ്കിലും പരമാവധി എത്ര വർഷം കൊടുക്കാം? 3 വർഷം. ഈ വകുപ്പിൻ കീഴിൽ 29-ാം വകുപ്പിലെ ഒരു മജിസ്ട്രേറ്റിന് നൽകാവുന്ന പരമാവധി ശിക്ഷ 3 വർഷത്തേക്കുള്ള ശിക്ഷ പിഴ അടച്ചില്ലെങ്കിൽ കൊടുക്കാവുന്നതാണ്. പിഴ അടയ്ക്കാതെ നമ്മളെ പിടിച്ച് അകത്തിട്ടു. ഇപ്പൊ 3 വർഷമാണല്ലോ അകത്ത് കിടക്കാൻ പറഞ്ഞേ. 3 വർഷത്തേക്ക് 10,000 രൂപ. 1 വർഷം അകത്ത് കിടന്നിട്ട് നമ്മൾ പറഞ്ഞ് കാശ് അടച്ചേക്കാമേ എന്ന് പറഞ്ഞു. അപ്പൊ എത്ര രൂപ അടയ്ക്കണം? 10,000-നെ 3 കൊണ്ട് ഹരിച്ച് 2 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടുമോ അത്രയും അടച്ചാൽ മതി. ബാക്കി 1 മാസം നമ്മൾ അകത്ത് കിടന്നില്ലേ. അതുകൊണ്ട് ആ പിഴയിൽ എന്ത് കൊടുക്കും? കുറവ് വരുത്തി തരും. ഇതാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്, മനസ്സിലാക്കാനുള്ളത്. അത്രയേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോ പിഴ അടിച്ചാൽ പിഴ അടയ്ക്കാതെ വീട്ടിൽ പോയാൽ എന്ത് ചെയ്യും? വാറണ്ട് വീട്ടിൽ വരും, പൊക്കി അകത്തിടും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അധികാരങ്ങൾ. ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ കാര്യത്തിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചേ. നമുക്ക് ആ ഓരോരോ ഭാഗങ്ങളും ക്ലിയർ ചെയ്തങ്ങ് പോവാം. മിനിയേ, 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 നീ ഒരു ചായ അവിടെ നിൽക്കുന്നുണ്ടിരിക്കുക. മതി, ഇതിനകത്ത് വെള്ളവും ഇല്ല. നീ പോയെ. ആ ശരി, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെ പറഞ്ഞേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു കാര്യം ചോദിക്കാൻ. ആ, ഈ ഇപ്പോ ഒരാൾക്ക് മജിസ്ട്രേറ്റിന് കൊടുക്കാവുന്ന പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷമാണ്. ആ, അതോടൊപ്പം തന്നെ ഫൈനും അടയ്ക്കാമല്ലോ, 10,000 രൂപ. ആ, അപ്പൊ ഇത് ശിക്ഷ കാലാവധി കൂടാതെ ഇപ്പൊ 10,000 രൂപ അടയ്ക്കുന്നില്ലെങ്കിൽ ഈ രണ്ടിനും കൂടി ഒരേ കാലാവധിയുള്ള അത് അഡീഷണൽ 3 വർഷം കൂടി ശിക്ഷ അനുഭവിക്കേണ്ടി വരുമോ? അങ്ങനെ വരുമ്പോ അയാൾ ഫയൽ മുകളിലോട്ടങ്ങ് അയക്കും. ആ, അത് ശരി. ഇപ്പം ഞാൻ ഒരു മജിസ്ട്രേറ്റ് ആണ്. എനിക്ക് പരമാവധി 3 വർഷമേ ശിക്ഷിക്കാൻ പറ്റൂ. ഓക്കെ. അപ്പൊ 3 വർഷം ശിക്ഷിച്ചാൽ മാത്രം പോരാ, 10,000 രൂപ പിഴയും കൂടെ അടയ്ക്കണം എന്ന് ഞാൻ വിധിച്ചു. നിങ്ങൾ പിഴ അടയ്ക്കുന്നില്ല, ഇല്ല. അപ്പൊ 3 വർഷം കൂടെ ശിക്ഷിക്കണ്ടേ? വേണം. അപ്പൊ 6 വർഷമായില്ലേ? 6 വർഷമാവും. അപ്പൊ 6 വർഷം ആവുമ്പോ നിങ്ങൾ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. 3 വർഷത്തെ നിങ്ങളുടെ ശിക്ഷാ കാലാവധി കഴിഞ്ഞു, നിങ്ങൾ ഫൈൻ അടയ്ക്കുന്നില്ല. അപ്പൊ 3 വർഷത്തിനിടയ്ക്ക് ആ ഫയൽ പിടിച്ചു വരുത്തും. അവിടുന്ന് ആര് പിടിച്ചു വരുത്തും? ജയിൽ സൂപ്രണ്ട് കൊണ്ടു പറയും ഫൈൻ അടച്ചിട്ടില്ലെന്ന്. ഫയൽ വിളിച്ചു വരുത്തിട്ട് നേരെ ഒരു തട്ട് മേലോട്ടങ്ങ് തട്ടും. എവിടെ തട്ടും? ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തട്ടും. അപ്പൊ 7 വർഷം കൊടുത്തൂടെ? ശരി ശരി. അപ്പൊ 7 വർഷം കൊടുക്കാവുന്ന 6 വർഷമേ കൊടുക്കുന്നുള്ളൂ. തീർന്നില്ലേ? ശരി. റൈറ്റ്. ബാക്കി മജിസ്ട്രേറ്റന്മാരെയാണോ കളി പഠിപ്പിക്കുന്നത്? എന്തെല്ലാം കളികൾ കണ്ടിട്ടായിരിക്കുന്നവര്. അടുത്ത ക്വസ്റ്റ്യൻ.
ഇവിടുത്തെ ഏറ്റവും കൂടുതൽ കിഴിഞ്ഞ ബുദ്ധിയുള്ളത് മജിസ്ട്രേറ്റന്മാരും പോലീസുകാരുമാണ്. കാര്യം അവന്മാർക്ക് ഇത് കാണാതറിയാം, നമുക്കിത് അറിയത്തില്ല. മനസ്സിലായോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ സമൂഹം ഇപ്പോഴും നിയമം പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ബാക്കിയുള്ളൊരു ഭരണഘടന അട്ടിമറിക്കുന്നതിന്റെ പണി ആലോചിച്ചോണ്ടിരിക്കുക. നമ്മൾ മനസ്സിലാക്കണം, ഭരണഘടന എങ്ങനെ മറിക്കാം എന്നതിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുക അവര്. നമ്മള് CRPC വേറെ അല്ല, അത് വേറെ ഉണ്ടല്ലോ സാറേ കുഴപ്പം അതിനകത്ത്. നമുക്കിപ്പോ നമ്മുടെ കോടതി തന്നെ അറിയാവുന്നവർ തന്നെ എത്ര പേര് ഇതിനായിട്ട് പറഞ്ഞു കൊടുക്കാനുണ്ട്, അതല്ലേ പ്രശ്നം. ഞാൻ പറഞ്ഞു കൊടുക്കുന്നില്ലേ, ആവശ്യമുള്ളവരെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. അല്ല അതെ അല്ല, അത് സാറിപ്പോ പറഞ്ഞു കൊടുക്കുന്നു, പക്ഷെ എത്ര പേര് അതിന് തയ്യാറാകുന്നവരുണ്ട്? അല്ലെങ്കിൽ അങ്ങനെ തയ്യാറായാൽ എത്ര പേര്? 500 പേർക്ക് പഠിക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ബാക്കിയുള്ളവരെ കൊണ്ടുപോവാ. ഇപ്പൊ 10 പേരേ ഉള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ തയ്യാറായാലും വരാത്ത ആൾക്കാരുണ്ടെന്ന് മനസ്സിലായില്ലേ? ഉണ്ട്. അത് നമുക്കിപ്പോ ഇവിടെ കാണുമ്പോ തന്നെ അറിയാലോ. ശരി, ഇപ്പൊ നമ്മൾ ആ ചർച്ച വിട്ടിട്ട് നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. യെസ്, ശരി. യെസ്. എനി അതർ ക്വസ്റ്റ്യൻ? വേറെ ചോദ്യം? അനിൽകുമാർ പറയുന്നത് കേൾക്കുന്നില്ല. രാഖി ചോദിക്കുന്നോ? ഇല്ല. രാജേഷ് അനിൽകുമാർ എന്തോ പറഞ്ഞേ? ഇല്ല. ഇല്ല. അത് നോക്കൂ, പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അധികാരങ്ങൾ, പോലീസ് മേലുദ്യോഗസ്ഥന്മാരുടെ അധികാരങ്ങൾ. ഓക്കെ, ഇനിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ CRPC-യിലേക്ക് കടക്കുന്നത്. പോലീസുകാർക്ക് എന്ത് ചെയ്യാം? പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അധികാരങ്ങൾ. പദവിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ, പോലീസ് സ്റ്റേഷന്റെ ചാർജുള്ള ഉദ്യോഗസ്ഥന്റെ മീതെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്, അങ്ങനെയുള്ള ഉദ്യോഗസ്ഥൻ അയാളുടെ സ്റ്റേഷന്റെ അതിർത്തിയിൽ പ്രയോഗിക്കാവുന്ന അതേ അധികാരങ്ങൾ പ്രയോഗിക്കാവുന്നതാണ്. അവിടെ വളരെ ലൈറ്റ് ആയിട്ടാ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ ഒരു പോലീസ് സ്റ്റേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്റെ പേരെന്തുവാ? സ്റ്റേഷൻ ഹൗസ് ഓഫീസർ. അയാളുടെ റാങ്ക് എന്താന്നാ ഞാൻ ചോദിച്ചത്. ഇൻസ്പെക്ടർ. പുതിയ ഇത് പ്രകാരം ഇൻസ്പെക്ടർ ആക്കുന്നു. പുതിയ ആക്ട് പ്രകാരം ഇൻസ്പെക്ടർ അല്ല, പഴയ ആക്ട് പ്രകാരം ഇൻസ്പെക്ടർ ആയിരുന്നു, സബ് ഇൻസ്പെക്ടർ ആയിരുന്നു. പുതിയ ആക്ട് പ്രകാരം സർക്കിൾ ഇൻസ്പെക്ടർ ആണോ? CI ആണ്, സർക്കിൾ ഇൻസ്പെക്ടർ ആണ്. ഇപ്പൊ ഒരു പോലീസ് സ്റ്റേഷന്റെ ചുമതലക്കാരൻ ഇപ്പോൾ SI അല്ല, സർക്കിൾ ഇൻസ്പെക്ടർ ആകുന്നു. അദ്ദേഹത്തിന്റെ മുകളിൽ ഒരു ഉദ്യോഗസ്ഥനുണ്ടല്ലോ, ആരാ? DYSP അല്ലെങ്കിൽ അസിസ്റ്റന്റ് കമ്മീഷണർ, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ്. മുനിസിപ്പൽ കോർപ്പറേഷനിലാണെങ്കിൽ അസിസ്റ്റന്റ് കമ്മീഷണർ. ഈ പദവിയാണ്. അപ്പൊ നമ്മൾ ഇത് CRPC പഠിച്ചു പോകുമ്പോൾ പോലീസ് റാങ്കും കൂടി മനസ്സിലാക്കി പോയില്ലെങ്കിൽ നമുക്കിത് മനസ്സിലാവത്തില്ല. അസിസ്റ്റന്റ് കമ്മീഷണർ അല്ലെങ്കിൽ DYSP ഓഫ് പോലീസ് എന്ന് പറയുന്ന ആളാണ് അതിന്റെ തൊട്ടുമുകളിലുള്ള ഉദ്യോഗസ്ഥൻ. ആ തൊട്ടുമുകളിലെ ഉദ്യോഗസ്ഥന് അധികാര പരിധിക്കകത്ത് CI ഉപയോഗിക്കുന്ന എല്ലാ ആക്ഷനും അദ്ദേഹത്തിന് എടുക്കാവുന്നതാണ് എന്ന് മാത്രമാണ് 36 പറയുന്നത്. അതിലൊരു കേസ് പറയുന്നുണ്ട്. ആ കേസും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം, കാര്യം നിങ്ങൾക്ക് കൃത്യമായ കാര്യം മനസ്സിലാവാൻ. പോലീസ് മേധാവിക്ക് ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് വഴി മാത്രം ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അധികാരമുള്ള പ്രാദേശിക മേഖലയിൽ രജിസ്റ്റർ ചെയ്ത ഒരു കുറ്റത്തിന് അന്വേഷിക്കുന്നതിനോ കൂടുതൽ അന്വേഷിക്കുന്നതിനോ അനുമതി തേടാനോ അദ്ദേഹത്തിന്റെ അധികാരപ്പെടുത്താവുന്നതാവുന്നു. നോക്കൂ, ഒരു പോലീസ് ഉദ്യോഗസ്ഥന് എന്ന് പറഞ്ഞ ഉദാഹരണം, ഒരു പോലീസ് ഉണ്ട്, അവിടെ ഒരു CI ഉണ്ട്. ആ അധികാരത്തിൽ ഒന്നും പെടാത്ത മറ്റൊരു ജില്ലയിലെ ഒരു CIക്ക് ഗവൺമെന്റ് ഒരു അന്വേഷണത്തിന് വേണ്ടി ഒരു ഉത്തരവിടുകയാണ് എങ്കിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അനുമതിയോ സമ്മതമോ ഒന്നുമില്ല, അദ്ദേഹത്തിന് അവിടെ പ്രവേശിക്കാനും അന്വേഷണം നടത്താവുന്നതുമാണ്. ചില പോലീസ് സിനിമകളിലൊക്കെ കാണിക്കുമല്ലോ, വേറൊരുത്തന്റെ അധികാര പരിധിക്കകത്ത് കയറി വേറൊരാൾ അന്വേഷിക്കുന്നത്, എക്സിക്യൂട്ടീവ് ഉത്തരവ് വഴി അന്വേഷിക്കാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ അതിന് മേലുദ്യോഗസ്ഥന്റെ കൈപ്പടയിലെ ഒപ്പ് വേണ്ടാന്നർത്ഥം. അവിടെയാണ് അതിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ, അനിൽകുമാർ പോയോ? ഈ പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ നമ്മൾ ആ പ്രൈവറ്റ് കംപ്ലൈന്റിൽ എഴുതുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്:
ഈ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇതിന്റെ അധികാര പരിധിക്ക് പുറത്തുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വെച്ചുകൊണ്ട് ഈ കേസ് സുതാര്യമായി അന്വേഷിക്കണം, സത്യസന്ധമായി അന്വേഷിക്കണമെന്നാണ് നമ്മൾ പ്രൈവറ്റ് കംപ്ലയിന്റിൽ പറയേണ്ടത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ മനസ്സിലായല്ലോ. ഒരു പോലീസുകാരന്റെ മുകളിലുള്ള ഉന്നത ഉദ്യോഗസ്ഥന് താഴെയുള്ള പോലീസുകാരന്റെ എല്ലാ അധികാരവും ഉണ്ട് എന്ന് മാത്രമല്ല മറ്റൊരു പോലീസുകാരന് ഗവൺമെന്റ് ഉത്തരവ് വഴിയോ എക്സിക്യൂട്ടീവ് ഉത്തരവ് വഴിയോ ആ സ്റ്റേഷൻ ഹൗസ് ഓഫീസിന്റെ അധികാര പരിധിയിൽ കയറുകയും അന്വേഷണം നടത്തുകയും ചെയ്യാം. നമ്മൾ ഇങ്ങനെ പറയുന്നത് എന്താണെന്നറിയാമോ? കാരണം നിങ്ങൾ ബഹുഭൂരിപക്ഷം പേരും ഈ പോലീസും കോടതി നിയമവുമായിട്ട് കൂടുതൽ ബന്ധമുള്ളവരായിരിക്കില്ല. ബന്ധം ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, കൂടുതൽ ബന്ധമുള്ളവരായിരിക്കില്ല. അപ്പോൾ അതിൻ്റെ ഈ കേസ് നിയമങ്ങളും കൂടെ പറഞ്ഞു തരുന്ന ആ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അടുത്ത 2, ക്രിമിനൽ നടപടി പ്രകാരം കുറ്റം അന്വേഷിക്കുന്നതിന് പോലീസ് ഉദ്യോഗസ്ഥന് അധികാരം നൽകിയ നിയമസംഹിതയിൽ അടങ്ങിയ ഒരു നിയമവ്യവസ്ഥകളെ പോലീസ് ആക്ടിലെ 18(1) വകുപ്പിന് നിരാകരിക്കാവുന്നതല്ല. എന്താണെന്നറിയാമോ? പോലീസ് ആക്ടിലെ 18(1) പറയുന്നത് പോലീസ് മാനുവൽ അനുസരിച്ചും CRPC അനുസരിച്ചും നടപടി സ്വീകരിക്കണമെന്നാണ്. CRPC അനുസരിച്ച് പ്രവർത്തിക്കണമെന്നാണ് പോലീസ് മാനുവലിൽ പറയുന്നത്. അതുകൊണ്ട് പോലീസ് മാനുവലിലെ 18(1) എന്ത് തന്നെ പറഞ്ഞാലും ശരി തന്നെ CRPC അനുസരിച്ച് വേണം പോലീസുകാരൻ അന്വേഷണം നടത്താൻ. അപ്പോൾ തർക്കം വന്നാൽ എന്ത് നോക്കും? പോലീസുകാരൻ CRPC അന്വേഷിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടോ? അപ്പോൾ കോടതിയിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. പോലീസുകാരനെ കൂട്ടിക്കയറ്റി നിർത്തിയിട്ട് ആദ്യം വക്കീലന്മാർ പോലീസുകാരെ കുഴയ്ക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യമാണ് പോലീസ് മാനുവലിലെ ഒരു 5-6 ക്വസ്റ്റ്യൻ ചോദിക്കും. എന്നിട്ട് ചോദിക്കുന്നത് നിങ്ങൾ പ്രതിയെ അന്വേഷിച്ച് പോയി, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മരണകാരണം എന്ന് പറയുന്ന രീതിയിൽ കുത്തിയ കത്തി ഒളിപ്പിച്ച സ്ഥലം പോയി കണ്ടെടുത്തു. ഇത് നിങ്ങൾ പോലീസ് മാനുവലിലെ അല്ലെങ്കിൽ പോലീസ് ആക്ടിലെ വകുപ്പുകൾ അനുസരിച്ചിട്ടാണോ അന്വേഷണം നടത്തിയത് എന്ന് ചോദിക്കും. അത് വേണമെങ്കിൽ എനിക്ക് പരിചയമുള്ള കഥ പറഞ്ഞത്. ഒരു പോലീസുകാരനെ ക്രോസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു വക്കീൽ കോടതി ഹാജരായി നിൽക്കുകയാണ്. അപ്പോൾ ചോദിച്ചു പേരെന്താന്ന് ചോദിച്ചു. അപ്പോൾ ശിശുപാലൻ എന്ന് പറഞ്ഞു. ശിശുപാലൻ. യെസ്. നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലോ? ആണ്. എന്താ ജോലി? മൃഗാശുപത്രിയിലാണ്. മൃഗാശുപത്രിയിൽ എന്താ ജോലി? അപ്പോൾ അയാൾ മിണ്ടുന്നില്ല. നിങ്ങൾ ഡോക്ടറാണോ? അല്ല. പിന്നെ എന്തുവാ ജോലി? മരുന്നെടുത്ത് കൊടുക്കലാണോ? അതുമല്ല. പിന്നെന്താ ജോലി? അവൻ പറഞ്ഞു അവർ പശുവിന് ഈ മരുന്ന് കുത്തിവെക്കുന്ന, മരുന്നെന്ന് പറഞ്ഞാൽ ബീജം, കാളയുടെ ബീജം പശുവിന് കുത്തിവെക്കുന്ന ജോലിയാണെന്ന് പറഞ്ഞു. അപ്പോൾ വക്കീൽ ചോദിച്ചു, ഓ നിങ്ങൾ പശുപാലനാണല്ലേ, നാട്ടുകാർ നിങ്ങളെ പശുപാലാന്ന് വിളിക്കുന്നുണ്ടല്ലോ എന്നാണ് എൻ്റെ കക്ഷി പറഞ്ഞത്. നിങ്ങൾ ശിശുപാലനല്ല പശുപാലനാണെന്ന് പറഞ്ഞു. ഓക്കെ, ഈ പശുപാലെന്ന് നാട്ടുകാർ വിളിക്കുന്നതായിട്ട് ഇയാൾക്ക് അറിയാം. അതോടുകൂടി പുള്ളിയുടെ പഠിച്ചുകൊണ്ട് വന്നതൊക്കെ പൊളിഞ്ഞു പോയി. അപ്പം പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചു, ആ പശുപാല. അപ്പോഴത്തേന് പറഞ്ഞു ഐ ആം നോട്ട് പശുപാലൻ, ഐ ആം ശിശുപാലൻ. അപ്പം അയാൾ തർക്കിക്കാൻ തുടങ്ങി. ആരോട്? വക്കീലുമായിട്ട്. പ്രത്യേകിച്ച് മനസ്സിലാക്കുക, വക്കീലുമായിട്ടും കോടതിയായിട്ടും നിങ്ങൾ സാക്ഷിയായിട്ട് പോയാൽ തർക്കിക്കരുത്. തർക്കിച്ചാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണോ പറയാൻ പോകുന്നത് അത് പറയാൻ പറ്റത്തില്ല, നേരെ വിപരീതമായി പോകും. അപ്പം നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി നമ്മൾ സാക്ഷി പറയാനൊക്കെ പോകും. അപ്പം നമുക്കൊരു ചെറിയ പണി ഇതുപോലെ വക്കീൽ തരും. അതോടുകൂടി നമ്മൾ പഠിച്ചുകൊണ്ട് പോയാൽ എല്ലാം പോകും. ഓക്കെ. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ പാൻറ്റിൻ്റെ പോക്കറ്റിൽ കൈയിടാറുണ്ടോ എന്ന് ചോദിച്ചു. ആരോടാ? ഈ കൂട്ടി നിൽക്കുന്ന ശിശുപാലനോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ ഇല്ല, ഞാൻ കൈയിടാറില്ലെന്ന്. അപ്പോൾ പുള്ളി വക്കീൽ ഈ 2 കൈയും എടുത്ത് പാൻറ്റിൻ്റെ ഈ 2 പോക്കറ്റിലും കൈയിട്ടിട്ട് കാണിച്ചു. ഞാൻ ഈ കാണിച്ചതുപോലെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ കൈയിടാറുണ്ടോ എന്ന് ചോദിച്ചു. നമ്മൾ യെസ്, പാൻറ്റിൻ്റെ പോക്കറ്റിൽ കൈയിടാറുണ്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, അപ്പം പാൻറ്റിൻ്റെ പോക്കറ്റിൽ കൈയിട്ട് കാണിച്ചല്ലോ. ഇങ്ങനെ സ്റ്റൈലി വക്കീൽ നടന്ന് കാണിച്ചു കൊടുത്തു. ആ പാൻറ്റിൻ്റെ പോക്കറ്റിൽ കൈയിടാറുണ്ടെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ പാൻറ്റ് എടുക്കാറുണ്ടല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ പാൻറ്റിൻ്റെ പോക്കറ്റിൽ മാത്രമേ കൈയിടുവോ അതോ അണ്ടർവെയറിൻ്റെ പോക്കറ്റിലും കൈയിടാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ അണ്ടർവെയറിൻ്റെ പോക്കറ്റിൽ കൈയിടണമെന്ന് ഇവൻ പുള്ളിക്ക് പറയാനൊരു മടിയായപ്പോഴത്തേന് വക്കീൽ ആ ക്വസ്റ്റ്യൻ വീണ്ടും ചോദിച്ചു.
വക്കീൽ ഇങ്ങനെ അണ്ടർവെയറിന്റെ പോക്കറ്റിൽ കൈയിട്ട് കാണിച്ചു കൊടുത്തു, അണ്ടർവെയറിനകത്ത് കൈയിട്ട് കാണിച്ചു കൊടുത്തു. ഇങ്ങനെ കൈയിടാറുണ്ടോ എന്നാ ചോദിച്ചെന്ന് പറഞ്ഞു. ആ ശരി, ഞാൻ അങ്ങനെ ഇടാറുണ്ടോ എന്ന് ചോദിച്ചു. ഇനിയാണ് ക്വസ്റ്റ്യൻ. ഈ വസ്തു പോലീസുകാരൻ കണ്ടെടുത്തത് ഒരു വീട്ടിനകത്തുനിന്നാണ്. അതിന്റെ സാക്ഷിയാണ് കൂട്ടിക്കയറി നിൽക്കുന്നത്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ പോക്കറ്റിൽ കൈയിടാറുണ്ട്, പാൻറ്റിന്റെ, നിങ്ങളുടെ അണ്ടർവെയറിന്റെ പോക്കറ്റിലും കൈയിടാറുണ്ട്. നിങ്ങൾ എസ് ഐയുടെ പാൻറ്റിന്റെ പോക്കറ്റിൽ കൈയിട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എസ് ഐയുടെ പാൻറ്റിന്റെ പോക്കറ്റിലോ? ആ, അതില്ല. എസ് ഐയുടെ അണ്ടർവെയറിന്റെ പോക്കറ്റിൽ കൈയിട്ടോ? അതുമില്ല. അപ്പോൾ നിങ്ങൾ എസ് ഐ ആദ്യമായി കാണുന്ന എവിടെ വെച്ചാണ്? ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അത് എന്നോട് എസ് ഐ വിളിച്ചു, ഞാൻ സ്ഥലത്ത് ചെന്നു. എസ് ഐ ജീപ്പിൽ നിന്ന് വന്നിറങ്ങി, നേരിട്ട് അകത്തേക്ക് കയറിപ്പോയി. ഞാൻ പുറത്തു നിന്നു. എസ് ഐ അകത്ത് പോയി സാധനം എടുത്തുകൊണ്ട് വന്നു. കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ എസ് ഐയുടെ പാൻറ്റിന്റെ പോക്കറ്റിൽ ഒളിപ്പിച്ച സാധനമാണ് എടുത്തുകൊണ്ട് വന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? കാരണം എസ് ഐ എടുക്കുന്ന ഇയാൾ കണ്ടില്ലല്ലോ. നിഷേധിക്കാൻ കഴിയില്ല. അതോടുകൂടി ആ കേസ് പൊളിഞ്ഞെന്നു. മനസ്സിലായോ? സാക്ഷി സത്യസന്ധനാണ്, കേസും സത്യസന്ധമായ കേസാണ്. പക്ഷേ വക്കീലിന്റെ മുമ്പിൽ ചെന്നപ്പം കേസില്ലാതെ പോയി. നമ്മൾ കൊടുക്കുന്ന കേസുകളും ഇങ്ങനെയാ പോന്നെ. നമ്മളോട് 4 ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ വേർക്കും. നമ്മുടെ അഭിമാനത്തിനെ ചോദ്യം ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. ഒരു പക്ഷേ ഭാര്യയും ഭർത്താവും പിണങ്ങി ജീവിക്കുന്ന ആൾക്കാരായിരിക്കും രണ്ടുപേരും. ഭർത്താവിനെ കൂട്ടി നിർത്തിയിട്ട് നിങ്ങൾക്ക് ഭാര്യ എവിടെയാണ് താമസം? ആ, ഭാര്യയുടെ വീട്ടിലാണ്. മക്കളോ? ഭാര്യയുടെ വീട്ടിലാണ് എന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് അയലത്തെ ഒരു പെണ്ണുമായി ബന്ധമുണ്ടായതിൻ്റെ പേരിലല്ലേ ഭാര്യ കളഞ്ഞിട്ട് പോയത് എന്ന് ചോദിക്കുന്ന കൂടി ഒരു പക്ഷേ അങ്ങനെ ബന്ധം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളൊന്ന് ചമ്മു അല്ലേ? അതോടുകൂടി കേസ് കയ്യിൽ നിന്ന് പോകും. മനസ്സിലായോ? അപ്പൊ നമ്മൾ പറഞ്ഞ ഏത് പ്രകാരമാ? കുറ്റമന്വേഷണത്തിന് പോലീസ് ഉദ്യോഗസ്ഥന് അധികാരം നൽകുന്ന നിയമസംഹിതയിലെ പോലീസ് ആക്ടിലെ 8(1) വകുപ്പ് നിരാകരിക്കാവുന്നതല്ല. പോലീസ് ആക്ടിൽ എന്ത് പറഞ്ഞാലും ശരി തന്നെ. ആ പോലീസ് ആക്ടിലാണ് പറയുന്നത് എന്താണെന്നറിയാമോ? പോലീസ് ഒരു സ്ഥലത്ത് ഒരു സാധനം പരിശോധിക്കുമ്പോൾ, തൊണ്ടി എന്ന് മലയാളത്തിൽ പറയും, തൊണ്ടി എടുക്കുമ്പോൾ പോലീസുകാരൻ അവിടെ ചെന്നിട്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെയോ അതേപോലെ സമൂഹത്തിൽ മാന്യനായ ഒരുത്തനെ വിളിച്ചു വരുത്തണം. വിളിച്ചു വരുന്നത് അയാൾ പറയണം, നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം എൻ്റെ ദേഹം പരിശോധിക്കണം. ആരുടെ? സബ് ഇൻസ്പെക്ടറുടെ അല്ലെങ്കിൽ സിയുടെ ദേഹം പരിശോധിക്കണം. എന്നിട്ട് ഞാനൊരു സാധനവും കൊണ്ടുവന്നിട്ടില്ല എന്ന് ആദ്യം ഉറപ്പ് വരുത്തണം. അതിനുശേഷമാണ് പോയി സാധനം എടുക്കേണ്ടത്. അല്ലാതെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പോലീസുകാർ സാധനം എടുത്തുകൊണ്ട് വന്നാൽ അത് പോലീസുകാരൻ കൊണ്ടുവച്ചതാണെന്ന് സ്ഥാപിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. എങ്ങനെ പറ്റും? നാക്കുള്ള വക്കീലായിരിക്കണം. മനസ്സിലായോ? ഇതുപോലെ കൊനസ്റ്റ് ചോദ്യം ചോദിക്കാനും അറിയണം, എങ്കിലേ പറ്റൂ. ഇല്ലെങ്കിൽ അവൻ നമ്മളെ കടത്തി വിട്ടു. ഓക്കെ, ശരി. ഇനി മജിസ്ട്രേറ്റന്മാർക്കും പോലീസുകാർക്കും ഉള്ള സഹായം. മജിസ്ട്രേറ്റന്മാർക്കും പോലീസിനും പൊതുജനങ്ങൾ എപ്പോൾ പിന്തുണ കൊടുക്കണം എന്നാണ് ഇനി പറയുന്നത്. 37 കേട്ടോ. ഏതൊരാളും തൻ്റെ സഹായം ന്യായമായി ആവശ്യപ്പെടുന്നു എങ്കിൽ മജിസ്ട്രേറ്റിനോ പോലീസ് ഉദ്യോഗസ്ഥനോ പൊതുജനങ്ങൾ സഹായം കൊടുക്കണം. എപ്പോൾ കൊടുക്കണം? അങ്ങനെയുള്ള മജിസ്ട്രേറ്റിനോ പോലീസ് ഉദ്യോഗസ്ഥനോ അറസ്റ്റ് ചെയ്യുവാൻ പ്രാതിനിധ്യം നൽകുന്നതിൻ്റെ രീതിയിൽ അയാളെ പിടിച്ചു കൊടുക്കണം. ഇപ്പോൾ ഒരു രാജ്യാന്തര ക്രിമിനൽ നമ്മുടെ പരിസരത്ത് വന്ന് വിളിച്ചിരിപ്പുണ്ട്. പോലീസുകാരൻ ഇൻഫർമേഷൻ കിട്ടി, അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് ഇൻഫർമേഷൻ കിട്ടി. അയാൾ പോലീസുകാരെയൊക്കെ വിളിച്ചുകൊണ്ട് വരുമ്പോഴത്തേന് ആള് രക്ഷപ്പെടും. അങ്ങൊരു സാഹചര്യം വന്നാൽ എന്ത് ചെയ്യണം? നമ്മൾ സഹായം കൊടുത്തുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? പോലീസ് ആക്ട് പ്രകാരം നമുക്കെതിരെ നടപടിയെടുക്കാം. എങ്ങനെയാണെങ്കിലും 1. 2, ഒരു സമാധാന ലംഘനം തടയുന്നതിൽ ഒരു വലിയ വയലന്റ് മോബ് നിൽക്കുകയാണ്. അവിടെ സമാധാന ലംഘനം ഉണ്ടാകും. അത് തടയാൻ 1-2 പോലീസുകാർ മാത്രമേ ഉള്ളെങ്കിൽ ആ പോലീസുകാരെ നാട്ടുകാർ സഹായിക്കണം. ഓക്കെ,
അടുത്തത്, ഏതെങ്കിലും റെയിൽവേക്കോ തോടിനോ ടെലഗ്രാഫിനോ പൊതുസേവനത്തിനോ ഏൽപ്പിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും വസ്തുതകൾ കണ്ടെത്തുകയാണ് എങ്കിൽ അതിനും ആര് സഹായിക്കണം? പൊതുജനം സഹായിക്കണം. ഇപ്പൊ പൊതുജനം നമ്മളെ സഹായത്തിന് വിളിച്ചാൽ, ഇത്തരമുള്ള കാര്യങ്ങളാണെങ്കിൽ നിഷേധിച്ചാൽ, പോലീസ് ആക്ട് പ്രകാരം നമുക്കെതിരെ കേസെടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ പോലീസുകാർ സഹായം തേടുകയാണ് എങ്കിൽ നൈസിനങ്ങ് ഒഴിഞ്ഞു പോവുകയോ ചെയ്യുക, ഉടക്കാൻ നിൽക്കരുത്. ഉടക്കാൻ നിന്നാൽ അവർ കേസെടുക്കും. നൈസിനങ്ങ് ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ ആ പുല്ല് പോട്ടെന്ന് വിചാരിക്കും. പോലീസുകാരോ മജിസ്ട്രേറ്റോ സഹായം ചോദിച്ചാൽ അവരോട് ഉടക്കരുത്. എന്തെങ്കിലും വയ്യായ്മ പറഞ്ഞങ്ങ് ഒഴിഞ്ഞു മാറിപ്പോകണം. അവരുടെ തട്ടിക്കയറാൻ നിൽക്കരുത്. അപ്പോൾ അതിന് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ജ്യേഷ്ഠനാണ്. ഒരു പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസുകാർ വന്നു. അറസ്റ്റ് ചെയ്യാൻ വന്നയാള് ആജാനുബാഹുവ, ആകെ 2 പോലീസുകാരെ വന്നു. അപ്പോൾ ഈ പോലീസുകാർ എന്നാൽ അവർ ഇടിയും കൊള്ളും, മറ്റവൻ ഓടി രക്ഷപ്പെടുകയും. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ 2-3 ജ്യേഷ്ഠന്മാരോട് സഹായം തേടിയപ്പോൾ ഇവർ ചോദിച്ചു, വാറണ്ട് ഉണ്ടോ, അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ പറഞ്ഞ് പോലീസുകാരോട് തട്ടിങ്ങ് കയറി. പോലീസുകാർ മിണ്ടാതങ്ങ് പോയി. 3-ാം ദിവസം എവർക്ക് വാറണ്ട്. മനസ്സിലായോ? തമാശക്ക് പറഞ്ഞതല്ല. അപ്പോൾ പോലീസുകാർ ഏതെങ്കിലും ആവശ്യത്തിന് വേണ്ടി സഹായം ആവശ്യപ്പെട്ടാൽ എന്തെങ്കിലും ഒഴിവ് കഴിവുകൾ പറഞ്ഞങ്ങ് പോവുകയാണ് വേണ്ടത്. വാറണ്ടുണ്ടോ അതുണ്ടോ ഇതുണ്ടോ എന്നും കൊണ്ട് പോലീസുകാരെ ക്രോസ് ചെയ്യാൻ പോകരുത്. പറ്റുമെങ്കിൽ തന്ത്രപരമായി അങ്ങ് ഒഴിഞ്ഞു പോവുക, അല്ലെങ്കിൽ സഹായിക്കുക. സഹായിച്ചാൽ മറ്റവർ നമുക്കെതിരാവും. അതുകൊണ്ട് തന്ത്രപരമായി ഒഴിഞ്ഞങ്ങ് പോവുക. പോലീസ് ഓഫീസർ അല്ലാത്ത വാറണ്ട് നടത്തുവാൻ അയാൾക്ക് സഹായം ചെയ്യാവുന്നുണ്ടോ? പോലീസ് ഓഫീസർ അല്ലാതെ ആരെങ്കിലും വാറണ്ട് കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്യൂ? ഇതാണ് ചോദ്യം. വാറണ്ട് ഉണ്ടോ? വാറണ്ട് ഉണ്ടെങ്കിൽ പോലീസുകാരനാണോ കൊണ്ടുവരുന്നത്? അല്ലാത്ത ആൾക്കാർക്ക് വാറണ്ട് ഇഷ്യൂ ചെയ്യാമോ? നോക്കൂ, പോലീസ് അല്ലാത്ത ഒരാൾക്ക് വാറണ്ട് അധികാരപ്പെടുത്തുമ്പോൾ ആ വാറണ്ട് അധികാരപ്പെടുത്തി കൊടുക്കുമ്പോൾ അടുത്തുണ്ടായിരിക്കുകയും വാറണ്ട് നടത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആള് അദ്ദേഹത്തിനെ സഹായിക്കേണ്ടതാണ്. നോക്കൂ, നിങ്ങൾ ഗോപിനാഥൻ ചേട്ടൻ ഒരു ബാങ്കിലെ റിട്ടയർ ഉദ്യോഗസ്ഥനാണ്, സമൂഹത്തിൽ മാന്യനാണ് എന്ന് മജിസ്ട്രേറ്റിന് തോന്നുന്നു. ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം കോടതി ചെന്നപ്പോൾ അവിടെ ഒരു മജിസ്ട്രേറ്റ് ഒരു വാറണ്ട് ഇഷ്യൂ ചെയ്യുക. ഗോപിനാഥൻ ചേട്ടൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ആളാണ്. അപ്പോൾ ഒരു പോലീസുകാരനെയും കൂടെ വെച്ചിട്ട് പറയുന്നു, ഗോപിനാഥൻ ചേട്ടൻ എന്ത് ചെയ്യണം? അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊടുക്കണം. അനുസരിക്കാൻ പറ്റുമോ? അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? അനുസരിച്ചേ പറ്റൂ, അല്ലേ? മജിസ്ട്രേറ്റ് വാറണ്ട് നേരെ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് എഴുതി കൊടുത്തേക്കാണ്. അപ്പം ഈ പോലീസുകാരനും ഗോപിനാഥൻ ചേട്ടനും കൂടെ ചെന്നു. അപ്പോൾ അവരുടെ അംഗബലം കണ്ടപ്പെടുത്തതിന് ഒറ്റയ്ക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് തോന്നി. അപ്പോൾ ഗോപിനാഥൻ ചേട്ടന് ആ പരിസരത്തുള്ളവരുടെ സഹായം വാങ്ങാവുന്നതാണ്. അങ്ങനെ സഹായം വാങ്ങുന്നതിനെ ആരെങ്കിലും എതിർത്താൽ അവർക്കെതിരെ നടപടി എടുക്കാവുന്നതാണ്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, 38 പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ പ്രദേശത്തൊക്കെ ചില സമയം പോലീസുകാർ വന്നിട്ട് അറസ്റ്റ് ചെയ്യാൻ വന്നതാണ്, ഇന്നാരെ അറസ്റ്റ് ചെയ്യാൻ വന്നതാണ്, സഹായം വേണമെന്ന് പറഞ്ഞാൽ അവരോട് ഉടക്കാൻ നിൽക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞ് ഒഴിവാകാനാണെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞങ്ങ് ഒഴിവാകുക, ഉടക്കി ഒഴിവാകാൻ പോകരുത്. പിന്നെ അടുത്തത് നമ്മൾ അറിയാതെ ചില കുറ്റങ്ങളിൽ ചെന്ന് പെടും. നമ്മൾ പൊതുജനം എന്ന നിലയിൽ അറിയാതെ ചില കുറ്റങ്ങളിൽ ചെന്ന് പെടും. അത് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ, അത് IPC കൂടെ പഠിച്ചാലേ നമുക്ക് മനസ്സിലാവും. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 121 മുതൽ 126 പ്രകാരം 130 പ്രകാരവും ഉള്ള വകുപ്പുകൾ പ്രകാരം ഒരു കുറ്റവാളി നമ്മുടെ പരിസരത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പൊതുജനങ്ങളെന്ന നിലയിൽ പോലീസുകാരൻ നിർബന്ധമായും സഹായിക്കണം. 121 എന്താണെന്നറിയാമോ? വേജിങ് വാർ അഗൻസ്റ്റ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ചൈനയിലെ ഒരുത്തൻ നമ്മുടെ നാട്ടിൽ വന്ന് താമസിക്കുന്നു. അവൻ്റെ ഉദ്ദേശം യുദ്ധത്തിന് ചൈനയെ സഹായിക്കുക എന്നതാണ്. അങ്ങനെ ഒരാൾ താമസിക്കുന്നതായി ആർക്കറിയാം? നമുക്കറിയാം, പോലീസിന് അറിയില്ല. പക്ഷേ നമ്മൾ എന്ത് കൊടുക്കണം? പോലീസിനെ അറിയിക്ക്, ഗവൺമെൻറ്റിനെ അറിയിച്ച് ആ വിവരം കൊടുക്കണം. ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ക്രൈം.
നമ്മൾ ഒന്നും ചെയ്തില്ല, ചെയ്യാതിരുന്നത് തന്നെ കുറ്റമാണ്. മനസ്സിലായോ? രണ്ടാമത് പറയുന്നു, ആയുധം സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ത്യക്കകത്ത് തന്നെ കുറച്ചു പേർ ഇന്ത്യൻ ഗവൺമെന്റിനെതിരെ അല്ലെങ്കിൽ പിണറായി ഗവൺമെന്റിനെതിരെ സായുധ സമരം നടത്താൻ പോകുന്നു. നക്സലൈറ്റുകളെ പോലെ, കലാപകാരികളെ പോലെ സമരം നടത്താൻ പോകുന്നു. അതും നമ്മൾ ഇൻഫോം ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്കെതിരെ കേസ് എടുക്കാനുള്ള വകുപ്പും. അത് IPC പഠിപ്പിക്കും. നമ്മൾ IPC പഠിപ്പിക്കുമ്പോൾ വിശദമായിട്ട് പറയാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കെതിരെയും ഗവൺമെന്റ് ഓഫ് കേരളക്കെതിരെയും സായുധ കലാപം നടത്തുന്നതിന് വേണ്ടി ശ്രമം നടത്തിയാൽ അത് നമ്മൾ ഗവൺമെന്റിനെ അറിയിച്ചിരിക്കണം, അയാളെ അറസ്റ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ കുറച്ച് വകുപ്പുകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. ആ വകുപ്പുകളെല്ലാം കൂടെ നമ്മളിപ്പോൾ പറയുന്നില്ല, അത് നിങ്ങൾക്ക് ഒരു ബോറായിട്ട് തോന്നും. നോക്കൂ, ഇനി ചില സ്ഥലങ്ങളിൽ കമ്മ്യൂണിറ്റി പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്നൊക്കെയാണല്ലോ ഇപ്പോൾ പറയുന്നത്. ജനമൈത്രി പോലീസ് സ്റ്റേഷൻ, ഈ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ഓരോ വാർഡുകളിലേക്കും ചില പോലീസുകാരെ ഡെപ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അങ്ങനെ ചില വാർഡുകളിലേക്ക് പോലീസുകാരെ ഡെപ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാർഡിലെ ആൾക്കാർ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ എങ്ങനെ ഏതൊക്കെ രീതിയിൽ സഹായിക്കണമെന്നാണ് ഇനി പറയുന്നത്. ഒരു ഗ്രാമത്തിന്റെ കാര്യങ്ങൾ സംബന്ധിച്ച് നിയോഗിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനും ഗ്രാമത്തിൽ താമസിക്കുന്ന ഏതൊരാളും ഏറ്റവും അടുത്തുള്ള മജിസ്ട്രേറ്റിനോടോ പോലീസ് സ്റ്റേഷന്റെ ചാർജ് ഉള്ളവരോടോ താഴെ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്തിരിക്കണം. നോക്കൂ, ഒരു ഗ്രാമത്തിലോ അതിനടുത്തുള്ള പ്രദേശത്തോ കളവിനും കളവ് മുതൽ സ്വീകരിക്കുകയും ചെയ്യുന്ന കുപ്രസിദ്ധമായ ഒരാൾ താമസിക്കുന്നുണ്ടെങ്കിൽ, സ്ഥിരമായി കളവ് നടത്തുന്ന ഒരാളുണ്ടെങ്കിൽ, കളവ് മുതൽ സ്വീകരിക്കുന്ന ഒരാൾ നമ്മുടെ വാർഡിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആരെ അറിയിച്ചിരിക്കണം? മജിസ്ട്രേറ്റിനെ അറിയിച്ചിരിക്കണം, പോലീസുകാരനെ അറിയിച്ചിരിക്കണം. നമ്മൾക്കത് അറിയാമെങ്കിൽ നമ്മൾ പുറത്ത് പറയാതിരുന്നാൽ നമുക്കെതിരെ കേസെടുക്കാനുള്ള വകുപ്പുണ്ട്. കേസെടുക്കുമെന്നല്ല, അതിനുള്ള സാധ്യതയുണ്ട്. പിന്നെ തഗ്, കവർച്ചക്കാരൻ, തടവു ചാടിയവൻ, കുറ്റസ്ഥാപനം ചെയ്യപ്പെട്ടവൻ, അങ്ങനെ വിളംബരം ചെയ്യപ്പെട്ട ആരെങ്കിലും നമ്മുടെ പ്രദേശത്ത് നമ്മുടെ ഗ്രാമത്തിൽ വന്ന് താമസിച്ചാൽ, നമ്മുടെ വാർഡിൽ വന്ന് താമസിച്ചാൽ നമ്മൾ ഗവൺമെന്റിനെ അറിയിക്കണം. കവർച്ചക്കാരെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, തടവു ചാടിയെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. പിന്നെ വിളംബരം ചെയ്യപ്പെട്ട കുറ്റവാളി എന്ന് പറഞ്ഞാൽ പിടികിട്ട പുള്ളിയായി പ്രഖ്യാപിച്ചവനുണ്ടെങ്കിൽ അവൻ നമ്മുടെ വാർഡിൽ നമ്മുടെ അറിവിൽ വന്ന് താമസിക്കുകയാണെങ്കിൽ സർക്കാരിനെ അറിയിക്കണം. ഇല്ലെങ്കിൽ നമുക്കെതിരെ കേസെടുക്കാൻ വകുപ്പുണ്ട്. ഓക്കെ, അടുത്തത്, അങ്ങനെയുള്ള ഗ്രാമത്തിലോ ജാമ്യം അനുവദിക്കേണ്ടതല്ലാത്ത ഒരു കുറ്റം, ജാമ്യം കിട്ടാത്ത കുറ്റം എന്ന് പറഞ്ഞാൽ കോടതിയിൽ നിന്ന് മാത്രമേ ജാമ്യം കിട്ടൂ. മുൻകൂർ ജാമ്യം അപേക്ഷിച്ചു, തള്ളി, ഒളിവിൽ താമസിക്കുകയാണ് എങ്കിൽ, അങ്ങനെ ജാമ്യം ലഭിക്കാത്ത ഒരാൾ ഒരു കുറ്റം ചെയ്തിട്ട് ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി ഒളിവിൽ താമസിക്കുന്നതാണ് നമ്മുടെ ഗ്രാമത്തിലാണ് എന്ന് നമുക്കറിയാമെങ്കിൽ നമ്മൾ നിർബന്ധമായും ഗവൺമെന്റിൽ റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് മുമ്പേ അറിയുമായിരുന്നു എന്ന് സർക്കാരോ പോലീസോ കണ്ടെത്തിയാൽ നമുക്കെതിരെ കേസെടുക്കും. ഓക്കെ, ഇവിടെ പറയുന്നത് കുളങ്ങൾ, പുഴകൾ, അതുപോലെ പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന വായു, ഇവിടെയെല്ലാം മാരകമായ വിഷപദാർത്ഥം കലർത്തി സാമൂഹിക ദ്രോഹം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒന്നിലധികം ആൾക്കാരെ പെട്ടെന്ന് കൊല്ലാൻ പറ്റുന്ന രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതായി നമ്മൾക്ക് ബോധ്യപ്പെട്ടാൽ 40D പറയുന്നത്, സെക്ഷൻ 40D. അങ്ങനെ നമുക്ക് ബോധ്യപ്പെട്ടാൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആരെ അറിയിച്ചിരിക്കണം? ഗവൺമെന്റിനെ അറിയിച്ചിരിക്കണം. ഓക്കെ, ഞാൻ തൽക്കാലം 40D വെച്ച് അങ്ങ് നിർത്തുകയാണ്. അടുത്ത ശനിയാഴ്ച നമുക്ക് നോക്കാം. എന്തെങ്കിലും പറയണമെങ്കിൽ പറയാം. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ സിമ്പിൾ കാര്യമല്ല. ഇത് സിമ്പിളായി വായിക്കാൻ പറ്റുന്ന സാധനമല്ല. ഇത് ഓരോ വരിയും ചർച്ച ചെയ്ത് വിലയിരുത്തി പഠിക്കേണ്ട ഒരു സാധനമാണ്.
CRPC മലയാള പുസ്തകം കിട്ടുന്നവർ എവിടെ കിട്ടിയാലും വാങ്ങി സൂക്ഷിക്കൂ. അതിൽ ഭേദഗതികൾ വളരെ കുറച്ചേ വരൂ. എല്ലാ വർഷവും ഭേദഗതികൾ വരില്ല. ഭേദഗതികൾ വളരെ കുറച്ചേ വരുള്ളൂ. ഇത് നിങ്ങൾ ചരിത്ര പുസ്തകം വായിക്കുന്നത് പോലെ സിമ്പിളായി വായിക്കാൻ പറ്റുന്ന കാര്യമല്ല. ചരിത്ര പുസ്തകം ഒറ്റ ഇരിപ്പിരുന്നാൽ രാവിലെ മുതൽ വൈകുന്നേരം വായിക്കാൻ പറ്റും. ഇത് അങ്ങനൊന്നും വായിക്കാൻ പറ്റില്ല. ഈ പുസ്തകം കൊണ്ട് നിങ്ങൾ ക്ലാസ്സിൽ വരികയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഇതിന് 2018 വില 895 രൂപയാണ്. കണ്ടല്ലോ, ഇതിൻ്റെ ഇംഗ്ലീഷ് പുസ്തകം എൻ്റെ ഇരിപ്പുണ്ട്, അതിന് 500 രൂപ വിലയുള്ളൂ. ഇത് മലയാള പുസ്തകം ആയതുകൊണ്ട് വില കൂടുതലാണ്. ശരി, ഏതെങ്കിലും നമ്മൾ ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിൻ്റെ മറുപടിയും പറഞ്ഞുകൊണ്ട് നമുക്ക് ചർച്ച ഇന്നത്തെ അവസാനിപ്പിക്കാം. ഗോവിച്ചേട്ടൻ എന്തെങ്കിലും പറയുന്നോ? അനിൽകുമാർ പറ. സാർ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ കോടതിയില് വക്കീല് ഇങ്ങനെ ക്വസ്റ്റ്യൻ ക്രോസ് ചെയ്യുമ്പോഴേ, അപ്പൊ അങ്ങനത്തെ അവസരങ്ങളില് നമ്മൾ ഇപ്പം ക്വസ്റ്റ്യൻ അറിയാം, നമ്മൾ തന്നെ കണക്ട് ചെയ്തു, പക്ഷെ അവിടെ എന്തെങ്കിലും നമ്മളൊരു ടിപ്സ് ആയിട്ട് സാറിന് പറയാനുണ്ടോ? അവിടെ നിലവിൽ വക്കാലത്തുള്ള ഒരു വക്കീൽ നിൽക്കുമ്പോൾ കക്ഷി എന്തെങ്കിലും പറഞ്ഞാൽ കോടതി എന്റർടൈൻ ചെയ്യത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നേരിട്ട് വക്കീലിനോട് പറഞ്ഞിട്ട് വക്കാലത്ത് ഒഴിഞ്ഞു തന്നില്ലെങ്കിൽ അടുത്ത സിറ്റിങ്ങിന് പോകുമ്പോൾ നിങ്ങൾ കോടതിക്ക് നേരെ പെറ്റീഷൻ കൊടുക്കും. ഒരു സാധനം എഴുതിയാൽ കൊടുത്താൽ മതി, ഈ വക്കീലിനെ ഞങ്ങൾക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഫയൽ തിരിച്ചു പോയി തരുന്നില്ല, അതുകൊണ്ട് ഇന്ന് തന്നെ ഫയൽ മടക്കി തരാനും പുതിയ വക്കീലിനെ വെച്ചുകൊണ്ട് കേസ് ഒത്തിരി കേസ് നടന്നു പോയല്ലോ. സാറേ ഞാൻ അത് നേരത്തെ മനസ്സിലായി. രണ്ടാമത് നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം നമ്മുടെ വക്കീല് വേറെ പല കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം നമ്മുടെ ഇതിലോട്ട് എത്തിക്കുകയാണ്, പോക്കറ്റിൽ കയറ്റ കാര്യം. അതെ, അപ്പൊ ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ബിഹേവ് അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ എങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും എന്ന ഒരു ഈ പറഞ്ഞ അവര് വിഷയം എന്താണെന്നറിയാം. ഓപ്പോസിറ്റ് വക്കീല് ഇങ്ങനെയുള്ള ചോദ്യം ചോദിച്ച് നമ്മളെ ട്രബിളിലാക്കുമെന്ന് നമ്മൾ വെക്കുന്ന വക്കീലോ അല്ലെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടറോ നമുക്ക് പരിശീലനം തന്നില്ലെങ്കിൽ നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ എൻ്റെ അടുത്തൊക്കെ വരുന്ന കക്ഷികളെ നമ്മൾ ദിവസങ്ങളോളം വിളിച്ച് പഠിപ്പിക്കും. എതിർഭാഗം വക്കീലന്മാർ ചോദിക്കാനുള്ള ട്രിക്കുകളും ചോദിക്കാനുള്ള ചോദ്യങ്ങളും ഒക്കെ നമ്മൾ ഇമാജിനറിയിൽ എഴുതി എടുത്തിട്ട് ആ ക്വസ്റ്റ്യൻ നമ്മൾ അവിടെ ചോദിച്ച് പഠിപ്പിക്കും. എന്നിട്ട് ഒരു DTP ക്വസ്റ്റ്യൻ അവരുടെ കയ്യിൽ കൊടുക്കും, ക്വസ്റ്റ്യൻ എയർ കൊടുക്കും. വീട്ടിൽ ഭാര്യയ്ക്കോ ഭർത്താവിനോ ആണോ സാക്ഷിയുള്ളത്, ഭാര്യയാണ് സാക്ഷിയെങ്കിൽ ഭർത്താവിനെ കൊണ്ട് ചോദിക്കാൻ പറയും, അല്ലെങ്കിൽ മകനെ കൊണ്ടോ മകളെ കൊണ്ടോ ഒക്കെ ചോദിപ്പിക്കാൻ പറയും. അങ്ങനെ ചോദിപ്പിച്ച് നമ്മൾ യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല, എത്തിക്സിനെതിരാണത്. ട്യൂട്ടറിങ് ഓഫ് വിറ്റ്നസ് എന്ന് പറഞ്ഞൊരു ഭാഗം ഉണ്ട്, അത് ചെയ്യാൻ പാടില്ല. പക്ഷെ നമ്മൾ അങ്ങനെ വിറ്റ്നസിനെ ട്യൂട്ടർ ചെയ്ത് പഠിപ്പിച്ചിട്ടാണ് നമ്മൾ എവിടെ കയറ്റുന്നത്, കൂട്ടിക്കയറ്റുന്നത്. ഇല്ലെങ്കിൽ പൊളിഞ്ഞങ്ങ് പോകും. പ്രത്യേകിച്ചും ചെക്ക് കേസുകളൊക്കെ നല്ലപോലെ പഠിപ്പിച്ച് വിട്ടില്ലെങ്കിൽ ആ കാശങ്ങ് പോകും. 10 ലക്ഷം രൂപയാ അല്ലെങ്കിൽ 1 കോടി രൂപയാ ചെക്കിന്റെ എമൗണ്ട്, ആ പൈസ പോയില്ലേ, ആരും സഹിക്കുമോ? പിന്നെ കൊലപാതക കേസുകളാണ്, ശിക്ഷിച്ചില്ലെങ്കിൽ ശിക്ഷിച്ചില്ലെന്നേ ഉള്ളൂ. മറ്റത് കോടിക്കണക്കിന് രൂപ പോയാൽ എന്തോയി. പിന്നെ ലാൻഡ്, എറണാകുളത്തൊക്കെ ഒരു സെന്റ് ഭൂമി വാങ്ങണമെങ്കിൽ 40 ലക്ഷം 50 ലക്ഷം രൂപയാ. ലാൻഡ് കേസുകൾ കൃത്യമായി പഠിക്കുകയും കൃത്യമായി പഠിപ്പിക്കുകയും ചെയ്തിട്ടാണ് നമ്മൾ അത്തരം കേസുകളിൽ സാക്ഷികളെ കൂട്ടിക്കയറ്റുന്നത്. ഇല്ലെങ്കിൽ പോയി, കയ്യിൽ നിന്ന് പോയി. അത് നമ്മൾ എന്ത് ചെയ്യണം, ആ ക്വസ്റ്റ്യൻ കക്ഷികള് മുമ്പേ കാണാൻ പറ്റിയില്ലെങ്കിൽ വക്കീൽ മുമ്പേ ആ ക്വസ്റ്റ്യൻ കാണണം. അതുകൊണ്ട് നമ്മളോട് നമ്മളെ ലോ കോടതി പഠിപ്പിക്കാൻ പറഞ്ഞു തന്നൊരു പരിപാടിയുണ്ട്. വക്കീലന്മാർ ക്രോസ് ചെയ്യുന്ന കോടതിയിൽ ഇരുന്ന് കണ്ടു പഠിക്കണം, പുസ്തകം വായിച്ച് പഠിക്കാനൊന്നും പറ്റുകയില്ല. നമുക്ക് കേസില്ലായിരിക്കും, പക്ഷെ നമ്മൾ കോടതിയിൽ പോയി ക്രോസ് നടക്കുന്ന കോടതിയിൽ കയറിയിരുന്ന് പേനയും നോട്ട് ബുക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കാൻ കൊണ്ടുപോയ പോലെ പേനയും നോട്ട് ബുക്കും കൊണ്ടുപോയി ആ ക്രോസ് കേട്ടിട്ട് നമുക്ക് മനസ്സിലാകാത്ത ഭാഗം നമ്മൾ എഴുതിയെടുത്ത് അതിങ്ങനെ സ്ഥിരമായി എഴുതിയെടുത്ത് പഠിക്കണം. അതിനെയാണ് നമ്മൾ പ്രാക്ടീസ്, ലീഗൽ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അല്ല നമുക്ക് 4 കേസുണ്ട്, ആ 4 കേസിന് പോയിട്ട് തിരിച്ച് വീട്ടിൽ വരുന്നതല്ല പ്രാക്ടീസ്. നമ്മൾ ട്യൂട്ടറിങ് ഓഫ് ഫിറ്റ്നസ്സിൽ മാത്രമേ പറ്റൂ, ഇല്ല പറ്റുകയില്ല.
സാർ കുട്ടികറി ഒരു സംശയം കൂടിയുണ്ട്. ആ അതായത് ഒരു സ്ത്രീക്കെതിരെയുള്ള കയ്യേറ്റക്രമം അതിന് FIR ഇട്ട് വിചാരണ തുടങ്ങാൻ വേണ്ടി കാലതാമസം വരുന്നത് അതിനെതിരെ നമുക്ക് എങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റും? അത് ചോദ്യം ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കേസിന്റെ വർഷം ഏതാ? വർഷം 2018 ഒരു അത് കാസർഗോഡ് ജില്ലയിൽ വെച്ച് നടന്ന ഒരു കേസാണ്. അതാണ് ഞാൻ അവിടെ ചോദിച്ചത്. ഒരു സ്ത്രീക്ക് ഇല്ല വെയിറ്റ്, എനിക്ക് കാര്യം മനസ്സിലായി. എന്റെ ചോദ്യത്തിന് ആൻസർ പറയൂ. FIRന്റെ വർഷം ഏതാണ്? 2018 ആണ്. ആ കോടതിയിലെ 2018 എല്ലാ കേസുകളും ക്ലോസ് ആക്കിയോ? അതിനുശേഷം ഇതുവരെ ഒരു തവണ വിളിപ്പിച്ചതല്ലാതെ ഇതുവരെ പിന്നീട് ആ കേസുമായിട്ട് യാതൊരു വിവരമുണ്ട്. അന്വേഷിച്ചപ്പോ അത് പിന്നെ കേസിന്റെ അന്വേഷണം പൂർത്തിയായില്ല എന്നുള്ള മറുപടി മാത്രമാണ്. അതുപോരാ. അന്വേഷണ നടപടികൾ പൂർത്തിയാക്കുന്നത് എത്ര വർഷത്തിനകം 90 days. അപ്പൊ അന്വേഷണ നടപടികൾ പൂർത്തിയായില്ല എങ്കിൽ ഏത് കോടതിയിലാണ് കേസ് നടക്കുന്നത്? മജിസ്ട്രേറ്റ് കോടതിയിലാണോ ജില്ലാ കോടതിയിലാണോ? ജില്ലാ കോടതിയിലാണ് നടക്കുന്നതെങ്കിൽ ഹൈക്കോടതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? റിട്ട് പെറ്റീഷൻ കൊടുക്കണം. റിട്ട് പെറ്റീഷൻ കൊടുത്തിട്ട് അന്വേഷണ നടപടികൾ പൂർത്തിയാക്കണമെന്നും വിചാരണ വേഗത്തിൽ നടത്തണമെന്നും പറഞ്ഞുകൊണ്ട് റിട്ട് പെറ്റീഷൻ ഹൈക്കോടതി കൊടുക്കണം. മജിസ്ട്രേറ്റ് കോടതിയിലാണ് നടക്കുന്നതെങ്കിൽ കാസർഗോഡ് ജില്ലാ കോടതിയിൽ എന്ത് ചെയ്യണം? CMB കൊടുക്കണം. അതിനാണ് ഏത് കോടതിയിലാണ് നടക്കുന്നതെന്ന് ചോദിച്ചത്. ജില്ലാ കോടതിക്ക് താഴെയുള്ള കോടതിയിലാണെങ്കിൽ ജില്ലാ കോടതിയിൽ CMB കൊടുത്തിട്ട് അതിന്റെ സീനിയോറിറ്റി അനുസരിച്ച് കേസ് കേൾക്കുകയും അന്വേഷണം പൂർത്തിയാക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രയർ വെക്കണം. കഥ നിങ്ങൾക്കറിയാമല്ലോ. കഥ എഴുതണം. കഥ എഴുതി എൻ്റെ പ്രയറും കൂടെ സെറ്റ് ചെയ്തിട്ട് അവിടെ കൊടുക്കണം. CMB കൊടുക്കണം. ജില്ലാ കോടതി നടക്കുകയാണെങ്കിൽ ഹൈക്കോടതി കൊടുക്കണം. അതോടെ കൊടുക്കുന്നത് CMB അല്ല, WPC. കഴിഞ്ഞോ? യെസ്. അടുത്ത ആരെങ്കിലും? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഗോപിച്ചേട്ടാ എന്ന് വിളിക്കുന്നത്. ബാക്കി 2-3 പേര് ഇല്ല. വിഷയം ശരിക്കും പഠിക്കാത്തതുകൊണ്ട് എനിക്ക് അതൊരു പറയാൻ പറ്റുന്നില്ലാത്ത അങ്ങനെ കേസുകളൊന്നും ഇല്ല. സംശയങ്ങളൊന്നുമില്ല. ഇതേപോലെ കിതാബ് മേടിച്ച് കൈവി. അപ്പൊ ആവശ്യം പോലെ സംശയം വരും. സംശയമേ വരൂ. പഠിക്കാം. ഞാൻ തമാശക്ക് പറഞ്ഞല്ല, കാര്യം സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഇതുപോലെ പുസ്തകം മേടിച്ച് കൈ വെച്ചാൽ വായിക്കാം. ഇത് സമയം കാണുകയല്ല, പിന്നെ വായനയായിരിക്കും എപ്പോഴും. ഓക്കെ. അടുത്ത ആരെങ്കിലും? ആരുമില്ല. സുകുമാരൻ ചേട്ടാ, KV സുകുമാരൻ പോയാ? ഇല്ല. രാജേഷേ ഒന്നും പറയുന്നില്ല. ചേട്ടന് ഒരു ചെക്ക് കേസ് ഉണ്ട് പറഞ്ഞു. അതൊന്ന് സംസാരിക്കണം. ചെക്ക് കേസ് സംസാരിക്കാൻ ഫോണിൽ വിളി. വിളിക്കാം. ചേട്ടന്റെ കൈ ഫോൺ കൊടുക്കണം. നിങ്ങൾ സംസാരിച്ചാൽ എനിക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ നമ്പർ കൊടുക്കാം. ശരി. ആയിക്കോട്ടെ. എന്തെങ്കിലും പറയാനുണ്ടോ? ഷീജ പോയി ലൈനില്. പ്രഭാകരൻ എന്തെങ്കിലും പറയുന്നോ? ഒന്നും പറയാനില്ല. യെസ്. അപ്പോ ഞാനിത് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയാണ്. പുസ്തകത്തിന് വില കൂടുതലാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതിയതാണ്. ക്രിമിനൽ നടപടിക്രമങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതിയതാണ്. ഇതിന്റെ ഒന്നും കൂടി മാറ്റി പിടിക്കും. ക്ലിയർ ആവണില്ല. പിടുത്തം അവിടെ. ശരി. ഈ ഒരു പുസ്തകം മേടിച്ചിട്ട് നിങ്ങൾ ക്ലാസ്സിൽ വരികയാണെങ്കിൽ ഞാൻ 10 തവണ പറയുന്നത് 1 തവണ കൊണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മനസ്സിലായോ? ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാർ ഒരു സംശയം കൂടി. ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല, എന്നാൽ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട ഞാനും കൂടി ഉൾപ്പെട്ട ഒരു കേസിലുണ്ടോ? കേട്ടില്ല. അതായത് ഞങ്ങളൊരു ഒന്നുകൂടെ അബുജാഷ ഒന്നുകൂടെ പറഞ്ഞ ആദ്യം പോലും. ഈ
ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടതല്ല, എന്നാലും ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. അതായത് ഞങ്ങളൊരു പബ്ലിക്കിന് വേണ്ടിയിട്ട് ഒരു ടോയ്ലറ്റ് ഉണ്ടാക്കിയതായിരുന്നു. നമ്മള് ഒരു ക്ഷേത്രത്തിൽ പബ്ലിക്കിന് വേണ്ടി പൊതുവെ ഉണ്ടാക്കിയ ഒരു ടോയ്ലറ്റ്. ആ ടോയ്ലറ്റ് പൊളിച്ചു കളയണം എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തിട്ട് 2 വർഷമായി. 8 വർഷമായി. 8 വർഷമായി ആ കേസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും അത് പഞ്ചായത്തിന്റെ അനുമതിയോടുകൂടി വില്ലേജ് അദ്ദേഹത്തിന്റെ ആ പെർമിഷനോടുകൂടി തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് നിയമപരമായിട്ടുള്ള തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ കേസ് ഈ 8 വർഷം നിലനിൽക്കുന്നു എന്ന് പറയുന്നത് അത് ഈ നമ്മുടെ ഒരു വെല്ലുവിളിയുള്ളത്. ഞാനൊരു മറുപടി പറഞ്ഞുതരാം. ഞാൻ എൻ്റെ ഫോൺ നമ്പറും കൂടെ അയക്കാം. ചേട്ടാ ഫോണിൽ വിളി. ആയിക്കോട്ടെ. കാര്യം ഇതിനകത്ത് എക്കോ ഒക്കെ വന്ന് കാര്യം മനസ്സിലാവുന്നില്ല. ശരി, ഞാൻ ഫോണിൽ വിളിക്കാം. മെസ്സേജ് വന്നോ? മെസ്സേജ് വന്നോ? 9496502946 മെസ്സേജ് വന്നില്ലേ? ആ മെസ്സേജ് എഴുതിക്കോ. 9496502946 ആ നമ്പർ എഴുതിക്കോ. അത് ചേട്ടന്റെ ഹെഡ്സെറ്റിന് എന്തോ പ്രശ്നമുണ്ട്. ബ്രബ്ര കേൾക്കുന്നു. ശരി, വേറെ ഒന്നും അല്ലെങ്കിൽ നമുക്ക് നിർത്തിയാലോ? സാറിന്റെ വീട് എവിടെയാണ്? ഞാൻ കൊല്ലം സ്വദേശി അഞ്ചലാണ്. അഞ്ചലാണ് എൻ്റെ സ്വദേശം, കൊല്ലം അഞ്ചൽ പഞ്ചായത്ത്. ഞാനിപ്പോൾ എറണാകുളത്താണ്. കഴിഞ്ഞ ഫെബ്രുവരി 2-ാം തീയതി നാട്ടിൽ പോയതാണ്, പിന്നെ പോകാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ എറണാകുളത്താണ്. നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ്. ഹൈക്കോടതിയിലെ വക്കീലാണ്. അക്രോസിറ്റീസ് ആക്ടിന്റെ ക്ലാസ്സിൽ എല്ലാവരും ഉണ്ടായിരുന്നോ? ആ, ഗോപിച്ചേട്ടൻ ഉണ്ടായിരുന്നു, അംബുജാഷൻ ചേട്ടൻ ഉണ്ടായിരുന്നു, ഷീജ കുറച്ച് ഭാഗത്തുണ്ടായിരുന്നു, പ്രഭാകരൻ അക്രോസിറ്റീസ് ആക്ടിന്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. ഇല്ല, കുറച്ചേരം ഒഴിവായിട്ടുണ്ട്. ആ, അപ്പൊ അല്ലെ നമ്മൾ ഇനി എല്ലാ ശനിയാഴ്ചയും സ്ഥിരമായി ക്ലാസ്സുകൾ എടുക്കും. ഇപ്പോൾ അക്രോസിറ്റീസ് ആക്ട് എടുത്തു കഴിഞ്ഞു, അതിന്റെ ചട്ടം എടുത്തു, ഇനി CRPC എടുക്കുന്നു. CRPCയും കൂടെ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് IPC മനസ്സിലാവൂ. അതുകൊണ്ടാണ് CRPC എടുക്കുന്നത്. ഇനി IPC എടുക്കും. ഓക്കെ. അതുപോലെ ക്രിമിനൽ നടപടി സംഹിതകൾ നമ്മൾ പഠിപ്പിക്കും. സിവിൽ നടപടി സംഹിത പഠിപ്പിക്കാൻ വലിയ പാടാണ്. ഒത്തിരിയുണ്ട്. ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്. അന്ന് പഠിപ്പിച്ചാലൊന്നും തീരുകയല്ല. 5-6 വർഷം എടുക്കും അതൊക്കെ തീർക്കാൻ. വലിയ പാടാണ്. അതുകൊണ്ട് സിവിലിലേക്ക് നമ്മൾ കടക്കുന്നില്ല കേട്ടോ. അപ്പൊ നിർത്തിയാലോ? ഓക്കെ, ബൈ. ഇനി നാളെ നമ്മുടെ പദ്ധതി ഫണ്ടിന്റെ ക്ലാസ് ഗോപിച്ചേട്ടൻ റെഡിയാണോ? യെസ്. അനിൽകുമാർ പോയോ? അനിൽകുമാറെ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഒന്ന് ചെറുതായിട്ട് പറഞ്ഞിരുന്നു എല്ലായിടത്തും. അന്ന് തന്നെ നമുക്ക് ഒരു കണക്ഷന്റെ പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് മുഴുവനാക്കിയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ നാളെ ഒന്നുകൂടെ കണ്ടിന്യൂ ചെയ്യും. കാരണം നമ്മുടെ ആൾക്കാർ വരുന്ന പ്രേക്ഷകരുടെ സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ. നോ വെസ്റ്റഡ് ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾ രണ്ടുപേരും ക്ലാസ് നയിക്കുക, ഞാൻ കേട്ടോണ്ടിരിക്കാം. അതുപോലെ എനിക്ക് കുറച്ച് സമയം മതി. ഞാൻ ഒരുപാട് പറഞ്ഞാണ് നിങ്ങൾ രണ്ടുപേരും വൈൻഡപ്പ് ചെയ്യുവാണെങ്കിൽ എന്റെ ഈ പുസ്തകം ഇരിപ്പുണ്ട്, ഈ വർഷത്തെ ബഡ്ജറ്റ്. അത്ര രസകരമായിട്ട് സാധനമല്ല. പലർക്കും ജയിക്കില്ല. എല്ലാവർക്കും നമ്മുടെ ആനുകൂല്യങ്ങൾ എത്ര കിട്ടുന്നത് മാത്രമേ ഉള്ളൂ. അതിന് മുഴുവനായിട്ട് നമുക്ക് പറഞ്ഞു ഫലിപ്പിക്കാനും പറ്റില്ല. അല്ല, എന്റെ കയ്യിലുണ്ട് സാധനം. ഞാൻ ഡിഗ്രി പഠിക്കാൻ തുടങ്ങിയപ്പോ പഠിപ്പിച്ച് തുടങ്ങിയാന്നേ. 1995 തുടങ്ങിയതാ പഠിപ്പീര്. ഓക്കെ, ശരി. അപ്പൊ ബൈ, ഗുഡ് നൈറ്റ്. ഓക്കെ, ജയ്. ഇന്നത്തെ ക്ലാസ്സിൽ സാറെ നല്ലൊരു ക്ലാസ് തന്നതിന് സാറെ എന്റെ നന്ദിയും കടപ്പാടൊക്കെ അറിയിക്കുന്നു. എല്ലാ ശനിയും ഞായറും ഉണ്ട്. സമയമുള്ളപ്പോ കേറിയാ മതി കേട്ടോ. ഓക്കെ, ഡോണ്ട് വറി.